ഹായ്, ഞാൻ അൻഫാസ് അഹമ്മദ്. എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ കമ്പനി ബോർഡ് LGS പവർ ക്യാപ്സ്യൂളിന്റെ അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഇതിന് മുമ്പ് അടുത്ത ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. കാണാത്തവരാണെങ്കിൽ തീർച്ചയായും കാണാൻ ശ്രമിക്കുക, ഒരിക്കലും മിസ്സാക്കരുത്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരപ്പെടുകയെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നുകയാണെങ്കിൽ മാത്രം ഇതിന് മുമ്പ് അടുത്ത ക്ലാസ്സുകളും തീർച്ചയായിട്ടും മിസ്സാക്കരുത്. അതിലെ ഓരോ ചെറിയ ചെറിയ പോയിന്റ്സും നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിച്ചിട്ടുണ്ടാവണം. ഓരോന്നും അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട പോയിന്റ്സ് ആണ്. അപ്പോൾ ക്ലാസ്സുകൾ മിസ്സാക്കരുത്. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തുന്ന മോക്ക് ടെസ്റ്റ്, നമ്മൾ ഇതിന്റെ വീഡിയോസ്, അതായത് മോക്ക് ടെസ്റ്റിന്റെ വീഡിയോസും യൂട്യൂബിൽ തന്നെ ഇട്ടിട്ടുണ്ട്. മോക്ക് ടെസ്റ്റിന്റെ ഒരു പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പൊ മോക്ക് ടെസ്റ്റ് ഇനിയും അറ്റൻഡ് ചെയ്യാത്തവരാണെങ്കിൽ, ഇതിൽ ഓരോ ടോപ്പിക്കും നമ്മൾ എടുത്തു കഴിയുമ്പോൾ അതിന്റെയൊക്കെ മോക്ക് ടെസ്റ്റുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും അറ്റൻഡ് ചെയ്യുക. കാരണം നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങൾ തന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗം തെറ്റിപ്പോകുന്നുണ്ടോ? ഇപ്പൊ നിങ്ങൾക്ക് തെറ്റിപ്പോകണം. ഇപ്പൊ തെറ്റിപ്പോകുന്നതിൽ നെഗറ്റീവ് ആവരുത്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ നിങ്ങൾക്ക് തെറ്റിയാലേ നിങ്ങൾക്ക് എക്സാമിന് ശരിയാവുള്ളൂ. അത് എക്സാമിന് പോയിട്ടാണ് തെറ്റുന്നതെങ്കിൽ നമുക്ക് വേറെ സൊല്യൂഷൻ ഒന്നുമില്ല, നമുക്ക് വേറെ ഒരു വഴിയില്ല. പക്ഷെ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് തെറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഏതൊക്കെ ഭാഗമാണ് നിങ്ങൾക്ക് തെറ്റുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് എപ്പോഴും പഠിച്ച കാര്യങ്ങൾ എപ്പോഴും മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. ഞാൻ എടുക്കുന്ന മോക്ക് ടെസ്റ്റ് തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങൾ എവിടുന്ന് നിങ്ങൾക്ക് കിട്ടുന്നു, എവിടെ നിന്നാണോ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകൾ കിട്ടുന്നത്, പറ്റുന്ന അത്രയും മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക. അപ്പൊ അധികമൊന്നും പറയുന്നില്ല, നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഇന്നത്തെ ക്ലാസ് മുമ്പുള്ള ക്ലാസ്സുകൾ പോലെയല്ല. കഴിഞ്ഞ ക്യാപ്സ്യൂളിലൊക്കെ നമ്മൾ ചെയ്തത് എന്താണ്? ഓരോ ടോപ്പിക്കുകൾ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് നമ്മൾ കവർ ചെയ്ത് പോയത്. പക്ഷെ ഇന്ന് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കുറച്ച് ക്വസ്റ്റ്യനുകളാണ്, കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകൾ. അതായത് PSC എപ്പോഴും എടുത്തെടുത്ത് ചോദിക്കുന്ന, പ്രത്യേകിച്ച് LGS അതുപോലെ തന്നെ 10th പ്രിലിംസ് എക്സാമുകൾക്കൊക്കെ PSCക്ക് ഇഷ്ടപ്പെട്ട് ചോദിക്കുന്ന ചില മൈന്യൂട്ട് പോയിന്റ്സ് ഉണ്ട്. അങ്ങനത്തെ ചില പോയിന്റ്സ് അവിടുന്ന് ഇവിടുന്നൊക്കെ ഞാൻ കുറച്ച് സെലക്ട് ചെയ്തിട്ടുണ്ട്. എപ്പോഴും ചോദ്യം വരാറുണ്ട്. അപ്പൊ ഈ ടോപ്പിക്സ് ഒക്കെ പഠിക്കുന്നതിന്റെ ഇടയിൽ നിങ്ങൾക്ക് ഇങ്ങനെ മാർക്ക് പോരുത് എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ ഇങ്ങനത്തെ പോയിന്റ്സും നിങ്ങളൊന്ന് അറിഞ്ഞു പോവുക. ഏതെങ്കിലും അവിടെ ഇവിടെയൊക്കെ നമ്മൾ വിട്ട് കളഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് നദികളെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് നദികളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അതിൽ ചിലതൊക്കെ ചിലപ്പോൾ നമ്മൾ വിട്ടുപോകും. അപ്പൊ അങ്ങനെ പലതും ഞാൻ കുറച്ചെണ്ണം കണ്ടെത്തിയിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് ഇടക്കിടക്ക് പവർ ക്യാപ്സ്യൂളിന്റെ ഇടയിൽ തന്നെ നമുക്ക് ഇങ്ങനത്തെയും കുറച്ച് പവർ ക്യാപ്സ്യൂൾ പോയിന്റ്സുകൾ നമുക്ക് ഡിസ്കസ് ചെയ്തു പോവാം. അപ്പൊ ക്ലാസ്സിലേക്ക് കിടക്കാം. ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങളാണ് അടുത്ത വീഡിയോ ചെയ്യാൻ എനിക്കുള്ള ഒരു പ്രചോദനം. അതായത് എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോ ചെയ്യണം. അവർക്ക് ഇത് നല്ല രീതിയിൽ ഉപകരിക്കുന്നുണ്ട്, ക്ലാസ് കാണുന്നവർക്ക് ഇത് ഓക്കെയാണ്, അതായത് ഇതൊരു പോസിറ്റീവാണ്, അവർക്ക് ഇത് പഠിക്കാൻ കഴിയുന്നുണ്ട്, ഇങ്ങനത്തെ കമന്റുകൾ ഞാൻ കാണുമ്പോൾ എനിക്കൊരു ഹാപ്പിനെസ് ഉണ്ടാവും ഉള്ളിൽ. അതായത് എനിക്ക് അടുത്തത് ചെയ്യാനുള്ള ഒരു എന്താ പറയുക, ഒരു ഊർജ്ജം ഉണ്ടാവും. എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ അടുത്തത് ചെയ്യണം, അതിനുള്ള നോട്ട്സ് ഞാൻ പ്രിപ്പയർ ചെയ്യാനും ഒക്കെ ഞാൻ ഇരിക്കും. അപ്പൊ ഇപ്പൊ തന്നെ ഞാൻ ഇരിക്കുന്നുണ്ട്, പറ്റുന്ന അത്രയും നോട്ട്സ് ചെയ്യുന്നുണ്ട്. മോക്ക് ടെസ്റ്റുകൾ ചെയ്യാൻ വേണ്ടി അതിന്റെ നോട്ട്സ് ഉണ്ടാക്കുന്നുണ്ട്. അതിനുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ കണ്ടുപിടിക്കുന്നുണ്ട്. അതിൽ പറ്റുന്ന അത്രയും ഞാൻ PYQ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ PYQ ആയിട്ടും നമുക്ക് അറ്റൻഡ് ചെയ്ത് പോവാം. അപ്പൊ എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പൊ അധികമൊന്നും പറയാതെ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക്. അപ്പൊ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ്, ഇന്ന് നിങ്ങൾ കഷ്ടപ്പെടുന്നത് എന്തിനാണോ അത് നാളെ നിങ്ങളെ അതിനെല്ലാം ഇരട്ടിയായി സന്തോഷിപ്പിക്കും. ഇന്നിപ്പോ എന്തൊക്കെ കഷ്ടപ്പാടുകളുണ്ട്. ചിലപ്പോൾ ഒരുപാട് സമയം ചിലപ്പോൾ ഉറക്കൊഴിക്കേണ്ടി വരും. ചിലപ്പോൾ പല കഷ്ടപ്പാടുകൾക്കും ഇടയിൽ ചിലപ്പോൾ ചെറിയ മക്കളുള്ള ആളുകളാവും. ഇതിൽ ഒരുപാട് ആളുകൾ എനിക്കറിയാം, ചെറിയ ചെറിയ മക്കൾ കയ്യിലുണ്ടായിട്ടും ആ മക്കളെ വെച്ച് പഠിക്കുന്നത്, ആ മക്കളുടെ കരച്ചിലുകളുടെ ഇടയിൽ പഠിക്കുന്നതൊക്കെ ആയിട്ടുള്ള പല ആളുകളുണ്ട്. പലരും പല ജോലിക്കിടയിലാണ്, ഓട്ടോറിക്ഷ ഓടിച്ച് പഠിക്കുന്നവരുണ്ട്. അങ്ങനെ പല ആളുകളെ എനിക്കറിയാം. അപ്പൊ പലരും പല കഷ്ടപ്പാടുകൾക്കും ഇടയിലാണ് പഠിക്കുന്നത്. ഇന്ന് നിങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നാളെ ഒരു ദിവസം നിങ്ങൾ ഇതിന്റെ എത്രയോ ഇരട്ടിയായിട്ട്, അതായത് ഈ ലോകത്തെ ഏറ്റവും സന്തോഷവാനായിട്ടുള്ള വ്യക്തി ഒരു ദിവസം നിങ്ങളാവും. ആ ദിവസത്തിന് വേണ്ടിയാണ് നിങ്ങൾ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് എപ്പോഴും മനസ്സിലുണ്ടാവണം. ഞാൻ എന്തിനു വേണ്ടിയാണ് പ്രയത്നിക്കുന്നത്, എന്താണ് എന്റെ ലക്ഷ്യം, എന്തിനു വേണ്ടിയാണ് ഞാൻ ഈ കടന്ന് കഷ്ടപ്പെടുന്നത്. എപ്പോഴെങ്കിലും കഷ്ടപ്പെട്ട് തളർന്നു പോവുകയാണെങ്കിൽ, അതായത് ഇനി നിർത്താം, ഇനി എന്നെ കൊണ്ട് നടക്കും എന്ന് തോന്നുന്നില്ല എന്നൊക്കെ മനസ്സിന് ചിലപ്പോൾ തോന്നിപ്പോകുമ്പോൾ ആ സമയത്ത് ഇതിനെപ്പറ്റി ചിന്തിക്കുക. ഞാൻ എന്തിനാണ് ഇത് ചെയ്യുന്നത്, ഇത് കഴിഞ്ഞിട്ട് എന്താണ് എനിക്ക് കിട്ടാൻ പോകുന്നത്, ഇത്രയൊക്കെ ഞാൻ കഷ്ടപ്പെട്ടിട്ട് എനിക്ക് എന്തോ ഒന്ന് കിട്ടാൻ പോകുന്നുണ്ട്. ആ കിട്ടാൻ പോകുന്നതിനെ പറ്റിയിട്ട് എപ്പോഴും മനസ്സിലൊരു ചിന്ത ഉണ്ടാവണം. അപ്പോൾ നിങ്ങൾ എവിടെയും തളർന്നു പോകില്ല. അപ്പൊ നിങ്ങൾക്ക് ഊർജ്ജം കൂടി വരുള്ളൂ. ഓരോ സമയം കഷ്ടപ്പെടുമ്പോഴും ഇതിലും കൂടുതൽ ഞാൻ കഷ്ടപ്പെടണം, എന്നാലേ എനിക്ക് അതിലേക്ക് എത്താൻ പറ്റുള്ളൂ എന്ന് നിങ്ങളുടെ മനസ്സ് പറയും. അപ്പോൾ അത് എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. എന്താണ് നേടാൻ പോകുന്നത്, അത് നേടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ പോസിറ്റീവ് വരാണ്ട്, സമൂഹത്തിൽ നിങ്ങൾക്കുള്ള വില, നിങ്ങളുടെ കുടുംബക്കാരെ സന്തോഷിക്കുന്നത്, നിങ്ങളുടെ അച്ഛൻ, അമ്മ, ഭാര്യ, ഭർത്താവ്, ഇവരുടെയൊക്കെ സന്തോഷങ്ങൾ നിങ്ങളുടെ കണ്ണിൽ കാണാൻ കഴിയും. ഞാൻ പറഞ്ഞു, അന്ന് ലോകത്തെ ഏറ്റവും സന്തോഷിക്കുന്ന വ്യക്തി നിങ്ങളാവും. ആ ദിവസത്തിന് വേണ്ടിയിട്ട് ഇപ്പൊ തന്നെ പ്രയത്നിക്കുക. ഒരിക്കലും മടി വിചാരിക്കരുത്. എന്തിനൊക്കെയാണ്
എന്താണ് ഏതൊക്കെ സബ്ജക്ട്സ് പഠിക്കുമ്പോഴായാലും ഏതൊക്കെ ഭാഗങ്ങൾ പഠിക്കുമ്പോഴായാലും മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുമ്പോഴായാലും PVQ ചെയ്ത് നോക്കുമ്പോഴായാലും മോഡൽ എക്സാംസ് അറ്റൻഡ് ചെയ്യുമ്പോഴായാലും ഒന്നും നിങ്ങൾക്ക് മടി ഉണ്ടാവരുത്. ഇന്ന് ഇത്ര പഠിച്ചാൽ മതി, ബാക്കി നാളെ പഠിക്കാം. നാളെ ഒന്നുമില്ല, എന്തൊക്കെ ചെയ്യാണ്ടോ അതൊക്കെ ഇന്ന് തന്നെ ചെയ്ത് തീർക്കാൻ നോക്കുക. മാക്സിമം ഇന്നത്തെ കാര്യങ്ങളാണ്. ഓക്കെ, നാളെ വരുമ്പോഴല്ലേ അത് അപ്പം നോക്കുക. ഇന്ന് ചെയ്യാനുള്ള മാക്സിമം കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്ത് തീർത്ത് പോവുക. നാളേക്കായിട്ട് ഒന്നും മാറ്റി വെക്കാണ്ടിരിക്കുക. ഓക്കെ, നാളെ നിങ്ങൾക്ക് വരും, അത് വരുമ്പോൾ വരട്ടെ. നാളെ അപ്പോൾ അതിലും ഇരട്ടിയായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഓരോ ദിവസവും കുറച്ചായിട്ട് നമ്മൾ ഇമ്പ്രൂവ് ആയിട്ടുണ്ടാവണം. നമ്മുടെ ഇമ്പ്രൂവ്മെന്റ് നമ്മൾ കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ പഠിച്ച കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ടോ? അതായത് എനിക്ക് ക്വസ്റ്റ്യൻസ് വന്നാൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് വന്നാൽ എനിക്ക് എങ്ങനെയാണ് തെറ്റിപ്പോകാൻ സാധ്യത ഒക്കെ നിങ്ങൾ മനസ്സിലാക്കണം. അതിനാണ് പറയുന്നത് നിങ്ങൾ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യണം. അപ്പോൾ എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ എന്തുണ്ടാവണം? എന്തിനു വേണ്ടിയാണോ ഞാൻ പ്രയത്നിക്കുന്നത് എന്നുള്ള ബോധം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ആ ഒരു വിചാരം അല്ലെ, ആ ഒരു ആ ഒരു സ്വപ്നം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. ആ ഒരു സ്വപ്നം കണ്ടിട്ടാണ് തുടങ്ങിയത്. ഈ സ്വപ്നം ഇടയ്ക്ക് നമ്മുടെ മനസ്സിൽ നിന്ന് പോകും. അപ്പൊ മനസ്സിൽ നിന്ന് അത് പോരുത്. എപ്പോഴൊക്കെ നിങ്ങൾക്ക് തളർച്ച തോന്നുന്നുണ്ടോ, എപ്പോഴൊക്കെ നിർത്തി പോകണം എന്ന് തോന്നുന്നുണ്ടോ, അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഇത് നടക്കില്ല എന്ന് എപ്പോഴൊക്കെ തോന്നുന്നുണ്ടോ, അപ്പോഴൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഇത് തെളിഞ്ഞു വരണം. അതായത് ഈ അപ്പോയിന്റ്മെന്റ് ലെറ്റർ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും സന്തോഷിക്കുന്ന വ്യക്തി, അതായത് സന്തോഷ കണ്ണീരൊക്കെ വരാല്ലേ. അപ്പൊ ഇതിനെ പറ്റിയൊക്കെ ചിന്തിക്കുക, അത് നിങ്ങൾക്ക് വരണം. ഓക്കെ, നിങ്ങളുടെ വീട്ടുകാരൊക്കെ സന്തോഷിക്കണം, ആദ്യത്തെ ശമ്പളം ആർക്ക് കൊടുക്കണം എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചു വെച്ചിട്ടുണ്ടാവും. ആ ശമ്പളം നിങ്ങൾ വാങ്ങണം. ഓക്കെ, അപ്പൊ ആ ഒരു ഉറപ്പ് നിങ്ങൾക്ക് ഉണ്ടാവണം. ഇതെന്തായാലും ഞാൻ ഈ ജോലി നേടും എന്ന വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടാവണം. ആ ഒരു ഉറപ്പോടുകൂടി തന്നെ മുന്നോട്ട് പോവുക. അപ്പൊ നിങ്ങൾക്ക് അറിയും എന്തൊക്കെ മാറ്റങ്ങൾ ഞാൻ വരുത്തണം, പഠനത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ ഇമ്പ്രൂവ് ചെയ്യണം, എന്തൊക്കെയാണ് എനിക്ക് വരുന്ന ഫോൾട്ടുകൾ ഒക്കെ നിങ്ങൾ മനസ്സിലാക്കും. കാരണം എന്താ, നിങ്ങൾക്ക് ഇത് നേടിയേ പറ്റുള്ളൂ. അപ്പൊ നോക്കാം, നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ, തരുന്ന ഓരോ കാര്യങ്ങളും ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിച്ചു പോവുക. ഇതിലിപ്പോൾ നമുക്ക് കുറച്ച് പോയിന്റ്സ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ, കുറച്ച് പോയിന്റ്സ് ആണ്. പക്ഷെ തരുന്ന പോയിന്റ്സ് ഒക്കെ നമ്മൾക്ക് ഇനിയും ഇതുപോലത്തെ പവർ ക്യാപ്സ്യൂളിന്റെ പോയിന്റ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ്സുകൾ നമുക്ക് ഇനിയും ചെയ്യാം. അപ്പൊ ഇന്നത്തെ പോയിന്റ്സ് തരുന്ന ഓരോ പോയിന്റ്സും ഇവിടെ നിന്ന് തന്നെ പഠിച്ചു പോവുക. ചോദ്യം പ്രതീക്ഷിച്ചിട്ട് പോകേണ്ട സാധനങ്ങളാണ്. ഓക്കെ, നമ്മൾ ചോദ്യം പ്രതീക്ഷിച്ച് പോകേണ്ട ടോപ്പിക്കുകളൊക്കെ നമ്മൾ കവർ ചെയ്ത് പോകുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമുക്ക് ഇങ്ങനത്തെ എനിക്ക് ഒരു പഴുതും നിങ്ങൾക്ക് വിട്ടു പോകരുത്. അതായത് ഒരു ഭാഗത്ത് നിന്ന് നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗവും നിങ്ങൾ വിട്ടു പോകരുത് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ സെലക്ട് ചെയ്ത് തന്നിട്ട് ഓരോ ബുക്കുകൾ റെഫർ ചെയ്തിട്ടാലും ഞാൻ ഇങ്ങനെയൊക്കെ സെലക്ട് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പൊ തരുന്ന കാര്യങ്ങൾ നേരെ ഇഷ്ടത്തോടു കൂടി തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിച്ചു പോവുക കേട്ടോ. പിന്നെ ഏതെങ്കിലുമൊക്കെ അറിയാതെ പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാർക്ക് ചെയ്ത് വെക്കുക. പിന്നീടായാലും വായിച്ചു നോക്കാം. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നതെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനത്തെയൊക്കെ മാർക്ക് ചെയ്ത് വെക്കാം. നോക്കാം, പള്ളിവാസൽ പദ്ധതി ഏതു നദിയിലാണ്? പള്ളിവാസൽ പദ്ധതി ഏത് നദിയിലാണ്? ചോദ്യം എപ്പോഴും വരാറില്ലേ, കണ്ടിട്ടുണ്ടാവുമല്ലോ, ഒരുപാട് തവണ ചോദ്യം വന്നിട്ടുണ്ട്. പള്ളിവാസൽ പദ്ധതി മുതിരപ്പുഴയിലാണ് അല്ലെ. മുതിരപ്പുഴ ഏത് നദിയുടെ പോഷക നദിയാണ്? മുതിരപ്പുഴ പെരിയാറിന്റെ പോഷക നദിയാണ് മുതിരപ്പുഴ അല്ലെ. പെരിയാറിന്റെ പോഷക നദിയാണ് മുതിരപ്പുഴ. പിന്നെ ചോദ്യം വരാറുണ്ട്, പള്ളിവാസൽ പദ്ധതി നിലവിൽ വന്നതിൽ കേരളത്തിലെ ആദ്യത്തെ പദ്ധതിയാണല്ലേ, കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ പദ്ധതി. അത് എപ്പോഴാണ് നിലവിൽ വന്നത്? 1940 പള്ളിവാസൽ പദ്ധതി നിലവിൽ വന്നത്. എപ്പോഴാണ്? 1940 പള്ളിവാസൽ പദ്ധതി നിലവിൽ വന്നത്. ആരായിരുന്നു ആ സമയത്തെ ഭരണാധികാരി? ചോദ്യം വരാറുണ്ട്. ആ സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? ശ്രീ ചിത്തിര തിരുനാളാണ് അല്ലെ. ശ്രീ ചിത്തിര തിരുനാളിന്റെ ഭരണകാലത്താണ് പള്ളിവാസൽ പദ്ധതി നിലവിൽ വന്നത്. പള്ളിവാസൽ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് ആരാന്ന് ചോദിച്ചാൽ സർ CP ആണ് അല്ലെ. സർ CP ആണ്. അപ്പൊ അത് പഠിച്ചു വെക്കാം. മുതിരപ്പുഴയിലാണ് പള്ളിവാസൽ പദ്ധതി. എവിടെയാണ്? മുതിരപ്പുഴയിലാണ്. പിന്നെ എന്താണ് ചോദ്യം വരിക? ഏത് വർഷമാണ് പള്ളിവാസൽ പദ്ധതി ഉദ്ഘാടനം ചെയ്തത്? 1940 ഏത് നദിയിലാണ്? മുതിരപ്പുഴയിലാണ്. ഇനി മുതിരപ്പുഴ അവിടെ ഓപ്ഷനിൽ ഇല്ലെങ്കിൽ നമുക്ക് ഓപ്ഷൻ ആയിട്ട് എന്ത് കൊടുത്തിട്ടുണ്ടാവും? പെരിയാറിലാണെന്ന് ചിലപ്പോൾ കൊടുക്കും. ഓക്കെ, മുതിരപ്പുഴ ഇല്ലെങ്കിൽ മാത്രം പെരിയാറും കൊടുത്തിട്ടുണ്ട്, മുതിരപ്പുഴയും കൊടുത്തിട്ടുണ്ട്. എങ്കിൽ മുതിരപ്പുഴയാണ് നമ്മുടെ ഉത്തരം. ഓക്കെ, അപ്പൊ പള്ളിവാസൽ പദ്ധതി ഏത് നദിയിലാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? മുതിരപ്പുഴയിലാണ്. പള്ളിവാസൽ പദ്ധതി മുതിരപ്പുഴയിലാണ്. പള്ളിവാസൽ പദ്ധതി നിലവിൽ വന്നത് 1940 1940 പള്ളിവാസൽ പദ്ധതി നിലവിൽ വന്നത്. ഓക്കെ, ആതിരപ്പള്ളി വെള്ളച്ചാട്ടം ഏതു നദിയിലാണ്? ആതിരപ്പള്ളി, അതുപോലെ തന്നെ വാഴച്ചാൽ, ഇതൊക്കെ ഏത് നദിയിലാണ്? തൃശ്ശൂരിലാണ് അല്ലെ. തൃശ്ശൂരിലെ ചാലക്കുടി പുഴയിലാണ് അല്ലെ. ചാലക്കുടി പുഴയിലാണ്. പള്ളിവാസൽ പദ്ധതി എവിടെയാണ് നമ്മൾ പഠിച്ചു? പള്ളിവാസൽ പദ്ധതി മുതിരപ്പുഴയിലാണ് അല്ലെ. മുതിരപ്പുഴയിൽ. അതുപോലെ തന്നെ ചെങ്കുളം പദ്ധതിയും മുതിരപ്പുഴയിലാണ് കേട്ടോ. അതും പഠിച്ചു വെച്ചോ. ചെങ്കുളം പദ്ധതിയും എവിടെയാണ്? മുതിരപ്പുഴയിലാണ്. ചെങ്കുളം പദ്ധതിയും മുതിരപ്പുഴയിലാണ്. പള്ളിവാസൽ പദ്ധതിയും മുതിരപ്പുഴയിലാണ്. പള്ളിവാസൽ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് ആരാന്ന് ചോദിച്ചാൽ സർ CP ആണ് അല്ലെ. സർ CP ആണ്. ഇനി അതെല്ലാം പള്ളിവാസൽ പദ്ധതി നിലവിൽ വരുന്ന സമയത്തെ ഭരണാധികാരി ആരാന്ന് ചോദിച്ചാൽ ആരാണ്? ശ്രീ ചിത്തിര തിരുനാളാണ് അല്ലെ. ശ്രീ ചിത്തിര തിരുനാൾ. ഓക്കെ, അപ്പൊ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം ഏത് നദിയിലാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? അത് ചാലക്കുടി പുഴയിലാണ്. കേരളത്തിലെ ഏറ്റവും ജൈവ വൈവിധ്യമുള്ള നദിയാണ് ചാലക്കുടി പുഴ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള നദി ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്?
ചാലക്കുടി പുഴയാണ്. തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടി പുഴ. ഓക്കെ, ചാലക്കുടി പുഴ. അപ്പോ ഏത് നദിയിലാണ് ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യം ഉള്ളതെന്ന് ചോദ്യം വന്നാലും നമുക്ക് കിട്ടണം. ഏതാണ്? ചാലക്കുടി പുഴയിലാണ്. പിന്നെ ആതിരപ്പള്ളി ഏത് നദിയിലാണ്? ആതിരപ്പള്ളി നമ്മൾ പലരും പോയി കണ്ടിട്ടുണ്ടാവണം, തൃശ്ശൂർ പോയിട്ട് നമ്മൾ അതൊക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷെ അത് ഏത് നദിയിലാണെന്ന് അറിഞ്ഞു വെക്കേണ്ടത്. ഏതാണ്? ചാലക്കുടി പുഴയിലാണ് കേട്ടോ. ആതിരപ്പള്ളി ചാലക്കുടി പുഴയിലാണ്. ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള നദിയാണ് ഏത്? ചാലക്കുടി പുഴ. രണ്ടും കിട്ടിയല്ലോ. അപ്പൊ ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള നദി ഏതാന്ന് ചോദിച്ചാൽ ചാലക്കുടി പുഴ. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി, സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? അത് കുന്തിപ്പുഴയാണ് കേട്ടോ. ഏതാണ്? കുന്തിപ്പുഴയാണ്. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിയാണ് കുന്തിപ്പുഴ. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്നത്, സൈലന്റ് വാലിയൊക്കെ എപ്പോഴും PSC ചോദിക്കാറുണ്ട്. സൈലന്റ് വാലി ദേശീയോദ്യാനം ഏത് ജില്ലയിലാണെന്ന് ചോദ്യം വരാറുണ്ട്. എവിടെയാണ്? പാലക്കാട് ജില്ലയിലാണ്. എന്റെ വീടിന്റെ അടുത്താണ്, ഞാൻ മണ്ണാർക്കാടാണ്. അപ്പൊ ഇവിടുന്ന് അടുത്താണ്, എനിക്ക് സിമ്പിളായി പഠിക്കാൻ പറ്റും. പ്രത്യേകിച്ച് പാലക്കാട് ജില്ലക്കാർക്കും മണ്ണാർക്കാട്ടുകാർക്കും ഒക്കെ പെട്ടെന്ന് കിട്ടും. അപ്പൊ പഠിച്ചു വെച്ചോ, പാലക്കാട് ജില്ലയിലാണ് എന്ത്? സൈലന്റ് വാലി. സൈലന്റ് വാലി ദേശീയോദ്യാനം പാലക്കാട് ജില്ലയിലാണ് അല്ലെ, അട്ടപ്പാടിക്ക് അടുത്താണ് സൈലന്റ് വാലി ദേശീയോദ്യാനം. അപ്പൊ സൈലന്റ് വാലി ഏത് ജില്ലയിലാണ്? പാലക്കാടാണ്. അവിടെ സംരക്ഷിക്കപ്പെടുന്ന മൃഗം അല്ലെ, വംശനാശ ഭീഷണി നേരിടുന്ന ഏത് മൃഗമാണ് അവിടെ ഉള്ളത്? സിംഹവാലൻ കുരങ്ങുകൾ. അപ്പൊ വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകളെ സംരക്ഷിക്കപ്പെടുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് സൈലന്റ് വാലിയിലാണ്. ഞാൻ അതിന് എപ്പോഴും ഒരു കോഡ് പറയാറുണ്ട്, സൈലന്റ് വാലിയാണ്. എവിടെ? സൈലന്റ് വാലി. സൈലന്റ് വാലി സിംഹവാലൻ. അപ്പൊ വാലൻ വാലി, വാലന്റെ ഭാര്യ വാലി അല്ലെ, സിംഹവാലൻ. ഓക്കെ, അപ്പൊ രണ്ടും കണക്ട് ചെയ്ത് വെക്കുക. സൈലന്റ് വാലി ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്നതാണ് സിംഹവാലൻ കുരങ്ങുകൾ. ഓക്കെ, അപ്പൊ വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകളെ സംരക്ഷിക്കപ്പെടുന്നത് എവിടെയാണെന്ന് വെച്ചാൽ എവിടെയാണ്? സൈലന്റ് വാലി. വാലൻ, സിംഹവാലൻ എന്ന് കണ്ട ആലോചിച്ചോ, വാലന്റെ ഭാര്യ ആരാണ്? വാലിയാണ്. അപ്പൊ സൈലന്റ് വാലി, വാലൻ, വാലൻ വാലി, വാലൻ വാലി. കിട്ടുമല്ലോ, വാലൻ വാലി. പിന്നെ സൈലന്റ് വാലി ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ചത് അല്ലെ, സൈലന്റ് വാലിയെ നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ച വർഷം ചോദിക്കും. അത് 1984 1984 1984 ഇന്ദിരാഗാന്ധിയാണ് സൈലന്റ് വാലിയെ നാഷണൽ പാർക്കായിട്ട് പ്രഖ്യാപിച്ചത്. എന്നാൽ സൈലന്റ് വാലി ഉദ്ഘാടനം ചെയ്തത് ആരാന്ന് ചോദിച്ചാൽ, സൈലന്റ് വാലി നാഷണൽ പാർക്ക് ഉദ്ഘാടനം ചെയ്തത് ആരാന്ന് ചോദിച്ചാൽ 1985 ആരാണ്? രാജീവ് ഗാന്ധിയാണ് കേട്ടോ. അപ്പോ നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ചത് ആരാന്ന് ചോദിച്ചാൽ ഇന്ദിരാഗാന്ധി, ഉദ്ഘാടനം ചെയ്തത് ആരാന്ന് ചോദിച്ചത് ആരാണ്? രാജീവ് ഗാന്ധിയാണ്. അത്രയും പോയിന്റ്സ് കിട്ടിയല്ലോ. അപ്പൊ സൈലന്റ് വാലി നാഷണൽ പാർക്കിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏതാണ്? സിംഹവാലൻ. വാലൻ വാലി, വാലൻ വാലി. പഠിച്ചല്ലോ, വാലൻ വാലി. ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ലയിലാണ് അല്ലെ, പാലക്കാട് ജില്ലയിലാണ്. പാലക്കാട് ജില്ലയിലാണ് സൈലന്റ് വാലി. പാലക്കാട് ജില്ലയിലാണ്. ഓക്കെ, പാലക്കാട് ജില്ലയിലാണ് സൈലന്റ് വാലി. കിട്ടുമല്ലോ. ഇനി എന്തുകൊണ്ടാണ് സൈലന്റ് വാലിക്ക് ആ പേര് വന്നതെന്ന് അറിയോ? അപ്പൊ അതും കൂടെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു നോക്കൂ. സൈലന്റ് വാലിക്ക് ആ പേര് വരാൻ കാരണം എന്താണ്? അവിടെ എന്തിന്റെ സാന്നിധ്യം അല്ല, ചീവീടുകളുടെ സാന്നിധ്യം ഇല്ലാത്തത് കൊണ്ടാണ്. ചീവീടുകൾ, അതിന്റെ സൗണ്ട് ഇല്ലാത്തത് കൊണ്ടാണ് അതിന് സൈലന്റ് വാലി എന്ന പേര് വന്നത്. അപ്പൊ സൈലന്റ് വാലിക്ക് ആ പേര് വന്നത് എന്തുകൊണ്ടാണ്? ചീവീടുകളുടെ സാന്നിധ്യം അവിടെ ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ അത്രയും കിട്ടിയല്ലോ. അപ്പൊ സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? അത് കുന്തിപ്പുഴയാണ്. ഓക്കെ, സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിയാണ് കുന്തിപ്പുഴ. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിയാണ് കുന്തിപ്പുഴ. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി കുന്തിപ്പുഴ. ആതിരപ്പള്ളി വെള്ളച്ചാട്ടം എവിടെയാണ്? ചാലക്കുടി പുഴ. പിന്നെ പള്ളിവാസൽ പദ്ധതി എവിടെയാണ്? മുതിരപ്പുഴ. അപ്പൊ മൂന്നും കിട്ടി. അപ്പൊ പള്ളിവാസൽ പദ്ധതി എവിടെയാണ്? മുതിരപ്പുഴ. പള്ളിവാസൽ പദ്ധതി മുതിരപ്പുഴ. മുതിരപ്പുഴ ഏത് നദിയുടെ പോഷക നദിയാണ്? പെരിയാറിന്റെ പോഷക നദിയാണ് അല്ലെ, പെരിയാറിന്റെ പോഷക നദിയാണ് മുതിരപ്പുഴ. ഓക്കെ, അപ്പൊ പള്ളിവാസൽ പദ്ധതി എപ്പോഴാണ് ഉദ്ഘാടനം ചെയ്തത്? 1940 അല്ലെ, 1940 പിന്നെ നമ്മൾ പഠിച്ചു ചാലക്കുടി പുഴ. ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള നദിയാണ് ചാലക്കുടി പുഴ. ഓക്കെ, അപ്പൊ ആതിരപ്പള്ളി സ്ഥിതി ചെയ്യുന്നത്, ആതിരപ്പള്ളി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ചാലക്കുടി പുഴയിലാണ്. പിന്നെ കുന്തിപ്പുഴ എന്താണ്? സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിയാണ് കുന്തിപ്പുഴ. ഓക്കെ, ഇനി സൈലന്റ് വാലി ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ലയിലാണ്. സൈലന്റ് വാലി ഉദ്ഘാടനം ചെയ്തത് ആരാണ്? രാജീവ് ഗാന്ധിയാണ്. 1985 രാജീവ് ഗാന്ധിയാണ് ഉദ്ഘാടനം ചെയ്തത്. എന്നാൽ നാഷണൽ പാർക്കായിട്ട് പ്രഖ്യാപിച്ചത് ആരാന്ന് ചോദിച്ചാൽ അത് ഇന്ദിരാഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധി. ഓക്കെ, തേക്കടി വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി. തേക്കടി വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് പെരിയാർ. തേക്കടി വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് പെരിയാർ. തേക്കടി വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്നത് പെരിയാറാണ്. തേക്കടി വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? പെരിയാറാണ്. ഏതാണ്? പെരിയാറാണ്. ഏതിലൂടെ ഒഴുകുന്നത്?
തേക്കടി വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്നത് പെരിയാറാണ്. തേക്കടി വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? പെരിയാറാണ് അല്ലെ? പെരിയാറാണ് തേക്കടി വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്നത്. ആറളം വന്യജീവി സങ്കേതം ഏതു നദിയുടെ തീരത്താണെന്ന് ചോദിച്ചാൽ ചീങ്കണ്ണിപ്പുഴയുടെ തീരത്താണ്. ഓക്കെ, ചീങ്കണ്ണിപ്പുഴയുടെ തീരത്താണ് ആറളം വന്യജീവി സങ്കേതം. ആറളം വന്യജീവി സങ്കേതം ഏത് നദിയുടെ തീരത്താണ്? ചീങ്കണ്ണിപ്പുഴയുടെ തീരത്താണ്. ആറളം വന്യജീവി സങ്കേതം ചീങ്കണ്ണിപ്പുഴയുടെ തീരത്താണ്. തേക്കടി വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് പെരിയാർ. തേക്കടി വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്നത് ഏതാണ്? പെരിയാറാണ്. കുന്തിപ്പുഴ അല്ലെ? ഇവിടെ സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏതാന്ന് ചോദിച്ചാൽ കുന്തിപ്പുഴ. ആതിരപ്പള്ളി വെള്ളച്ചാട്ടം എവിടെയാണ്? ചാലക്കുടി പുഴ. ഓക്കെ, പഠിച്ചല്ലോ. പിന്നെ ഏതാ പഠിച്ചത്? പള്ളിവാസൽ പദ്ധതി എവിടെയാണ്? മുതിരപ്പുഴ. പള്ളിവാസൽ പദ്ധതി മുതിരപ്പുഴയിലാണ്. അപ്പോ തേക്കടി വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് ഏത്? പെരിയാർ. പെരിയാറാണ് തേക്കടി വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്നത്. പെരിയാറിനെ കുറിച്ച് നമുക്കറിയാലോ. കേരളത്തിലെ ഏറ്റവും വലിയ നദിയാണ് പെരിയാർ. നമുക്കൊക്കെ അറിയാം. പെരിയത് അല്ലെ? വലുത് എന്നുള്ളതിന് നമ്മൾ തമിഴില് പെരിയത് എന്ന് പറയും. അപ്പൊ ഏറ്റവും വലിയ നദി ഏതാന്ന് ചോദിച്ചാൽ പെരിയാറാണ് അല്ലെ? പെരിയാർ. കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയാണ് പെരിയാർ അല്ലെ? കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയാണ് പെരിയാർ. ചൂർണി, പൂർണ്ണ എന്നൊക്കെ അറിയപ്പെടുന്ന നദി ഏതാന്ന് ചോദിച്ചാലും ഏതാണ്? പെരിയാറാണ്. പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ ആറളം വന്യജീവി സങ്കേതം ഏതു നദിയുടെ തീരത്താണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? ചീങ്കണ്ണിപ്പുഴയുടെ തീരത്താണ്. അത്രയും ക്ലിയർ അല്ലേ? പെർഫെക്റ്റ് അല്ലേ? അടുത്തത് നോക്കാം. ഇനി കുമരകം പക്ഷി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? കവണാറാണ്. കവണാർ. ഓക്കെ, കുമരകം പക്ഷി സങ്കേതത്തിലൂടെ ഒഴുകുന്നത്. ഇതൊക്കെ എങ്ങനെ ഓർത്തു വെക്കുന്ന ആലോചിക്കണില്ലേ? കുമരകം പക്ഷി സങ്കേതം അല്ലെ? പക്ഷി സങ്കേതം. പക്ഷി സങ്കേതം നമ്മൾ സാധാരണ ഈ കാക്കനെയും കൊക്കിനെയൊക്കെ എന്ത് വെച്ചിട്ടാണ് എറിഞ്ഞിടുക? എന്താണ്? കവണ വെച്ചിട്ടാണ്. അപ്പൊ പക്ഷി സങ്കേതം. പക്ഷി കണ്ട കവണ ആലോചിച്ചോ? കവണാർ. ഓക്കെ, അപ്പൊ എന്താണ്? കുമരകം പക്ഷി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ചോദിച്ചാൽ ഇനി കൺഫ്യൂഷൻ വേണ്ട. പക്ഷി സങ്കേതം അത് വെച്ച് കണക്ട് ചെയ്യുക. കുമരകം പക്ഷി സങ്കേതം. ഓക്കെ, അപ്പൊ കുമാരൻ കവണ വെച്ച് കണക്ട് ചെയ്യുക കേട്ടോ. കുമാരൻ ആ പേര് കൂടെ ഒന്ന് ഇനിയിപ്പോ തട്ടേക്കാട് പക്ഷി സങ്കേതം ചോദ്യം വന്നാലോ? അപ്പൊ ശ്രദ്ധിച്ച് പഠിക്കുക. കുമരകം പക്ഷി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏതാന്ന് ചോദിച്ചാൽ കവണാർ. കവണാറാണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. കവണാറാണ്. കവണാറാണ് കുമരകം പക്ഷി സങ്കേതത്തിലൂടെ ഒഴുകുന്നത്. അപ്പൊ പക്ഷി സങ്കേതം എന്ന് കണ്ട കവണ വെച്ചിട്ട് പക്ഷിനെ എറിഞ്ഞിടുന്നത് ആലോചിക്കുക. ഓക്കെ, ഇനി ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്നത് പാമ്പാറാണ്. ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്നത് ഏതാണ്? പാമ്പാർ. ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഏതാണ്? പാമ്പാർ. ചിന്ന പാമ്പ്. ഓക്കെ, അപ്പൊ അത് വെച്ച് കണക്ട് ചെയ്യുക. ചിന്ന പാമ്പ് അല്ലെങ്കിൽ ചിന്നാർ പാമ്പാർ. ആറ് വെച്ച് കണക്ട് ചെയ്യുക. അപ്പൊ അവിടെ ചിലപ്പോൾ പെരിയാറിലേക്ക് നിങ്ങൾ പോകും. അപ്പൊ ചിന്ന പാമ്പ് എന്ന് കണക്ട് ചെയ്ത് വെച്ചോ. ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ എന്ന് ചോദ്യം വന്നാൽ തന്നെ നിങ്ങൾ പാമ്പിനെ കണക്ട് ചെയ്തോളും. എന്താണ്? ചിന്ന പാമ്പ്, ചെറിയ പാമ്പ്. ഓക്കെ, അപ്പൊ ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് പാമ്പാർ. ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് പാമ്പാർ. ഓക്കെ, ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ പാമ്പാർ. അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദിയാണ് ശിരുവാണി. ഓക്കെ, ശിരുവാണിപ്പുഴയാണ് അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദി. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്നത് കുന്തിപ്പുഴ. അട്ടപ്പാടിയിലൂടെ ഒഴുകുന്നത് ഏതാണ്? ശിരുവാണി നദിയാണ്. ശിരുവാണി നദിയാണ് അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദി. ദേശീയ ജലപാത 3ന്റെ നീളം എത്ര കിലോമീറ്റർ ആണ്? എത്ര കിലോമീറ്റർ ആണ്? ഇതുവരെയുള്ള ക്ലിയർ ആയോ? കുമരകം പക്ഷി സങ്കേതം. പക്ഷി എന്ന് കണ്ട എന്താലോചിക്കണം? കവണ ആലോചിക്കണം. അപ്പൊ കവണാർ ഉത്തരം കിട്ടുമല്ലോ. പിന്നെ ചിന്നാർ വന്യജീവി സങ്കേതം എന്ന് കണ്ട എന്താലോചിക്കണം? ചിന്ന പാമ്പ് എന്നാലോചിക്കണം. ചിന്ന പാമ്പ്. അപ്പൊ പാമ്പാർ നമുക്ക് ഉത്തരം കിട്ടും. ഇനി അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദി ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? ശിരുവാണി. ഓക്കെ, സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്നത് ഏതാണ്? കുന്തിപ്പുഴ. സൈലന്റ് വാലിയിലൂടെ കുന്തിപ്പുഴ. പിന്നെ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? ചാലക്കുടി പുഴ. അപ്പൊ വേറെ ചോദ്യം വരും. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള നദി ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? ചാലക്കുടി പുഴ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള നദിയാണ് ചാലക്കുടി പുഴ. പിന്നെ സൈലന്റ് വാലി ഏത് ജില്ലയിലാണ് പഠിക്കണം? പാലക്കാട് ജില്ലയിലാണ് അല്ലെ? പാലക്കാട് ജില്ലയിലാണ് സൈലന്റ് വാലി. അതിനെ നാഷണൽ പാർക്ക് ആയിട്ട് പ്രഖ്യാപിച്ചത് 1984ലാണ്. 1985 രാജീവ് ഗാന്ധിയാണ് ഉദ്ഘാടനം ചെയ്തത്. എന്നാൽ നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ചത് ഇന്ദിരാഗാന്ധിയാണ് അല്ലെ? ഇന്ദിരാഗാന്ധിയാണ് നാഷണൽ പാർക്കായിട്ട് പ്രഖ്യാപിച്ചത്. ഉദ്ഘാടനം ചെയ്തത് ആരാന്ന് ചോദിച്ചാൽ അത് രാജീവ് ഗാന്ധിയാണ്. ഓക്കെ, അപ്പൊ അത്രയൊക്കെ ജസ്റ്റ് അറിഞ്ഞു വെക്കുക. അപ്പൊ പള്ളിവാസൽ അറിഞ്ഞു വെക്കണേ. പള്ളിവാസൽ എപ്പോഴും ചോദ്യം വരും. ഒന്നല്ലെങ്കിൽ ആ വർഷം ചോദിക്കും. പള്ളിവാസൽ പദ്ധതി ഉദ്ഘാടനം ചെയ്ത വർഷം, നിലവിൽ വന്ന വർഷം 1940ലാണ്. 1940ലാണ് പള്ളിവാസൽ പദ്ധതി നിലവിൽ വന്നത്. ഇനി പള്ളിവാസൽ പദ്ധതി ഏത് നദിയിലാണെന്നാണ് ചോദ്യം വരുന്നതെങ്കിൽ അത് മുതിരപ്പുഴയിലാണെന്നും പഠിച്ചു വെക്കുക. ഓക്കെ, അത്രയും ക്ലിയർ ആണ്. ചെങ്കുളം പദ്ധതി ഏത് നദിയിലാണെന്നും ചോദ്യം വന്നാൽ കിട്ടണം. അതും മുതിരപ്പുഴയിലാണ്. ഒരു മിനിറ്റ് വെള്ളം കുടിക്കട്ടെ. ഓക്കെ,
അപ്പൊ ദേശീയ ജലപാത 3ന്റെ നീളം എത്ര കിലോമീറ്റർ ആണ്? ദേശീയ ജലപാത 3 NW3 നാഷണൽ വാട്ടർവേ 3. ഓക്കെ, NW3 ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, കൊല്ലം കോട്ടപ്പുറം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കൊല്ലം കോട്ടപ്പുറം. എന്നാൽ ഈ അടുത്ത് വന്ന ഒരു ചോദ്യ പേപ്പറിൽ, ഈ അടുത്ത് തന്നെ 2016 അതിന് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ ഈ അടുത്താണ് അതിൽ ചോദ്യത്തിനൊരു മാറ്റം വന്നത്, അല്ലെങ്കിൽ ഉത്തരത്തിനൊരു മാറ്റം വന്നത് ഈ അടുത്താണ്. ശരിക്കും കൊല്ലം മുതൽ കോഴിക്കോട് വരെ അത് നീട്ടിയിട്ടുണ്ട്. പക്ഷേ PSCയുടെ ഉത്തരങ്ങൾ മാറാത്തത് കൊണ്ട് നമ്മൾ അത്രയും എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇനി പഠിച്ചിട്ട് പോയിക്കോ, കൊല്ലം കോഴിക്കോട് എന്നും കൊല്ലം കോട്ടപ്പുറം എന്നും കൊടുത്തിട്ടുണ്ടെങ്കിൽ കൊല്ലം കോഴിക്കോടാണ് ഉത്തരം. എന്നാൽ കൊല്ലം കോട്ടപ്പുറം മാത്രമാണ് ഓപ്ഷനിൽ ഉള്ളതെങ്കിൽ കൊല്ലം കോട്ടപ്പുറമാണ്. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയാണ് ദേശീയ ജലപാത 3 NW3. വെസ്റ്റ് കോസ്റ്റ് കനാലാണ് അല്ലെ, വെസ്റ്റ് കോസ്റ്റ് കനാലാണ്, അതും അറിഞ്ഞു വെക്കുക. അപ്പൊ NW3 എത്രയാണ്? 205 കിലോമീറ്റർ ആണ് കേട്ടോ. 205 കിലോമീറ്റർ ആണ്. 205 കിലോമീറ്റർ ആണ് NW3. NW3 205 കിലോമീറ്റർ ആണ്. NW3 എത്രയാണ്? 205 കിലോമീറ്റർ ആണ്. 205 കിലോമീറ്റർ ആണ് NW3. ഏത് മുതൽ ഏത് വരെ? കൊല്ലം മുതൽ കോഴിക്കോട് വരെ, അല്ലെങ്കിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ എന്ന് ഓപ്ഷൻ തരും. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ച് ആൻസർ ചെയ്യുക. കൊല്ലം മുതൽ കോഴിക്കോട് വരെയാണ് ഉള്ളത്. നിലവിലുള്ളത് കൊല്ലം മുതൽ കോഴിക്കോട് വരെയാണ്. പക്ഷേ മുമ്പത്തെ PSCയുടെ ആൻസർ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ. മുമ്പ് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ ആയിരുന്നു. അത് തന്നെയാണ് PSC ആൻസർ ആയിട്ട് കൊണ്ടു നടന്നിരുന്നത്. ഇനി മാറ്റം വരുത്തിയിട്ടാണ് ചോദ്യം വരുന്നതെങ്കിൽ കൊല്ലം മുതൽ കോഴിക്കോട് വരെയാണ് NW3. അപ്പൊ NW1 എന്ന് പറയുമ്പോൾ ആദ്യം ആലോചിക്കുക, A വെച്ചിട്ട് തുടങ്ങണം എന്ന് ആലോചിക്കുക. അപ്പൊ അലഹബാദ് ഹാൽദിയ എന്നീ സ്ഥലങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത്. അലഹബാദ് ഹാൽദിയ. രണ്ട് നമ്മൾ ഹിന്ദിയിൽ എന്താ പറയാ? ദോ എന്ന് പറയും. ദോ അത് വെച്ചിട്ട് ദുബ്രി കണക്ട് ചെയ്യുക. സാദിയ, ദുബ്രി. അപ്പൊ NW1 ആണെങ്കിൽ അത് A വെച്ച് തുടങ്ങണം. അലഹബാദ് ഹാൽദിയ. NW2 സാദിയ, ദുബ്രി. NW3 കൊല്ലം കോട്ടപ്പുറം അല്ലെങ്കിൽ കൊല്ലം കോഴിക്കോട്. NW4 താൽച്ചർ, ദാമ്ര. NW5 ലഖിപൂർ ബംഗ അല്ലെ, ലഖിപൂർ ബംഗ. അത്രയും പഠിച്ചു വെക്കാം. ഓക്കെ, അപ്പൊ NW1 ഏതാണ്? NW1 ആണെങ്കിൽ 1 എന്ത് വെച്ച് തുടങ്ങണം? A വെച്ച് തുടങ്ങണം. അലഹബാദ് ഹാൽദിയ. NW2 ഏതാണ്? ദോ. 2 എന്ന് പറഞ്ഞാൽ ദോ. സാദിയ, ദുബ്രി. ദൊബ്രി അല്ല, ദുബ്രിയാണ്. സാദിയ, ദുബ്രി. NW3 ഈ 3 എന്തായാലും ഒന്ന് അറിഞ്ഞു വെക്കാം. NW3 ഏതാണ്? കൊല്ലം കോഴിക്കോട്. കൊല്ലം മുതൽ കോഴിക്കോട് വരെ. ഇതിന്റെ നീളം ഒന്ന് അറിഞ്ഞു വെക്കാം. നമ്മുടെ കേരളത്തിലുള്ളതായതുകൊണ്ട് ഇതിന്റെ നീളം നമ്മൾ പഠിച്ചു വെക്കണം. 205 കിലോമീറ്റർ ആണ്. എത്രയാണ്? 205 കിലോമീറ്റർ ആണ്. 205 കിലോമീറ്റർ ആണ്. ക്ലിയർ അല്ലേ? അപ്പൊ NW3 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ കൊല്ലം, കോഴിക്കോട്. ഏതൊക്കെയാണ്? കൊല്ലം, കോഴിക്കോട്. ഓക്കെ. കേരളത്തിൽ കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പന്നിയൂരാണ് കേട്ടോ. കണ്ണൂരിലെ പന്നിയൂരാണ്. കേരളത്തിൽ കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പന്നിയൂരാണ്. കേരളത്തിൽ കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പന്നിയൂരാണ്. കേരളത്തിൽ കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പന്നിയൂര്. എവിടെയാണ് കേരളത്തിൽ കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം പറ. പന്നിയൂരാണ്. കേരളത്തിൽ എന്ത് ഗവേഷണ കേന്ദ്രം? കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാന്ന് ചോദിച്ചാൽ എവിടെയാണ്? പന്നിയൂരാണ്. കേരളത്തിൽ കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പന്നിയൂരാണ്. കേരളത്തിൽ കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. മക്മോഹൻ രേഖ വേർതിരിക്കുന്ന രാജ്യങ്ങൾ. മക്മോഹൻ രേഖ ഏതാണ്? ഇന്ത്യ ചൈന അതിർത്തി രേഖയാണ് മക്മോഹൻ രേഖ അല്ലെ. അപ്പൊ ഏതൊക്കെ രാജ്യങ്ങളെയാണ് വേർതിരിക്കുന്നത്? ഇന്ത്യ, ചൈന. ഓക്കെ, മക്മോഹൻ രേഖ ഇന്ത്യ ചൈന അതിർത്തി രേഖയാണ്. ഓക്കെ, ഇന്ത്യ ചൈന അതിർത്തി രേഖയാണ്. അപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? റാഡ്ക്ലിഫ് രേഖ അല്ലെ. റാഡ്ക്ലിഫ് രേഖയാണ് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ. ഇന്ത്യ ശ്രീലങ്ക ഏതാണ്? പാക് കടലിടുക്ക് അല്ലെ. പാക് കടലിടുക്കാണ് ഇന്ത്യ ശ്രീലങ്ക അതിർത്തി രേഖ. ഇനി ഇന്ത്യ മാലിദ്വീപ് ആണെങ്കിലോ 8 ഡിഗ്രി ചാനൽ ആണ് ഇന്ത്യ മാലിദ്വീപ് അതിർത്തി രേഖ. ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. ഇനി നോട്ട് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖയാണ് റാഡ്ക്ലിഫ് രേഖ. അപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ, റാഡ്ക്ലിഫ് രേഖ. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ പറ്റുന്നത്ര നമുക്ക് ഇവിടെ തന്നെ റിപ്പീറ്റ് ചെയ്ത് പഠിച്ചു പോവാം. എന്നാലും നോട്ട് ചെയ്ത് വെക്കാത്തവരാണെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് പിന്നേക്ക് വായിക്കണം എന്ന് മാറ്റി വെച്ചോ. ഓക്കെ, അപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ, റാഡ്ക്ലിഫ് രേഖ, ഇന്ത്യ ചൈന അതിർത്തി രേഖ, മക്മോഹൻ രേഖ, പിന്നെ ഇന്ത്യ ശ്രീലങ്ക അതിർത്തി രേഖ, പാക് കടലിടുക്ക്. ഇനി ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി രേഖ. അതാണ് ഏറ്റവും വലിയ അതിർത്തി രേഖ. ഇന്ത്യ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത് ഏത് രാജ്യവുമായിട്ടാണെന്ന് ചോദിച്ചാൽ ഇന്ത്യ ബംഗ്ലാദേശ് അല്ലെ, ബംഗ്ലാദേശുമായിട്ടാണ്. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി രേഖയാണ് തീൻ ബേഗ കോറിഡോർ. പേരിന് മാത്രം വലുപ്പമുണ്ട്, അപ്പൊ അത് വെച്ച് കണക്ട് ചെയ്യുക. ഏറ്റവും വലിയ അതിർത്തി രേഖയാണ്. തീൻ ബേഗ കോറിഡോർ എന്നാണ് ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി രേഖ അറിയപ്പെടുന്നത്. ഇനി ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ അതിർത്തി രേഖയാണ് ഡ്യൂറന്റ് രേഖ. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ അതിർത്തി രേഖയാണ് ഡ്യൂറന്റ് രേഖ. ഇനി ഇപ്പൊ വരും ഇതിന്റെ താഴെ ഒരു കമന്റ്, സാറേ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തി രേഖ അല്ലേ ഡ്യൂറന്റ് രേഖ എന്ന് പറഞ്ഞിട്ട്. എല്ലാ ക്ലാസ്സിലും ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയാറുണ്ട്.
പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തി രേഖയും ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ അതിർത്തി രേഖയും ഡ്യൂറന്റ് രേഖയാണ്. ഓക്കെ, ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ല പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഡ്യൂറന്റ് രേഖ അല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ വേഗം അതിന്റെ താഴെ വന്ന് കമന്റ് ഇടും, സാറേ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അല്ലേ. ശ്രദ്ധിച്ച് പഠിക്കുക, രണ്ടും അത് നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തി രേഖയും, ഇനി ആരെങ്കിലും കമന്റ് ഇടാൻ ഉദ്ദേശിച്ചാൽ അവർ പഠിച്ചിട്ട് പോയിക്കോ, അവർ ചിലപ്പോൾ ഇന്ത്യയുടെ പഠിച്ചിട്ടുണ്ടാവില്ല. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ അതിർത്തി രേഖയും എന്താണ്? ഡ്യൂറന്റ് രേഖ എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ അതിർത്തി രേഖയും പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തി രേഖയും എന്താണ്? ഡ്യൂറന്റ് രേഖ. അപ്പൊ പഠിച്ചല്ലോ, ഒരു പ്രോബ്ലം അവിടെ വന്നതുകൊണ്ട് അതിനി മറക്കില്ല. ഓക്കെ, അപ്പൊ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ അതിർത്തി രേഖയും പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തി രേഖയും രണ്ടും എന്താണ്? ഡ്യൂറന്റ് രേഖയാണ്, ഡ്യൂറന്റ് രേഖ. ഓക്കെ, അപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ റാറ്റ്ക്ലിഫ് രേഖ, ഇന്ത്യ ചൈന മക്മോഹൻ രേഖ, ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഡ്യൂറന്റ് രേഖ, ഇന്ത്യ ശ്രീലങ്ക പാക് കടലിടുക്ക് അല്ലെങ്കിൽ ഗൾഫ് ഓഫ് മാന്നാർ എന്നും പറയും അല്ലെ, ഗൾഫ് ഓഫ് മാന്നാർ. പിന്നെ ഇന്ത്യ ശ്രീലങ്ക 8 ഡിഗ്രി ചാനൽ, ഇന്ത്യ ശ്രീലങ്ക 8 ഡിഗ്രി ചാനൽ. അത്രയൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കാം. അപ്പൊ മക്മോഹൻ രേഖ വേർതിരിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഇന്ത്യ ചൈന. തീൻ ബേഗ കോറിഡോർ രേഖ അല്ലെ വേർതിരിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയെന്ന് വെച്ചാൽ ഇന്ത്യ ബംഗ്ലാദേശ്. റാറ്റ്ക്ലിഫ് രേഖ വേർതിരിക്കുന്നത് ഇന്ത്യ പാകിസ്ഥാൻ. അപ്പൊ കിട്ടുമല്ലോ, ഓക്കെയാണ്. ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? പശ്ചിമ ബംഗാളാണ് കേട്ടോ, പശ്ചിമ ബംഗാളാണ് ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനം. ഏതാണ്? പശ്ചിമ ബംഗാളാണ് ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. ഓക്കെ, ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? പശ്ചിമ ബംഗാളാണ്. മൺസൂൺ എന്ന വാക്ക്, ഇത് എപ്പോഴും ചോദ്യം വരാറുണ്ട്. മൺസൂൺ എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്ന് എടുത്തതാണ്? ഏതാണ്? അറബിയിൽ നിന്നാണ് കേട്ടോ, അറബിയിൽ നിന്നാണ് മൺസൂൺ എന്ന വാക്ക് എടുത്തിട്ടുള്ളത്. അപ്പൊ മൺസൂൺ എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്? അറബിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് മൺസൂൺ എന്ന വാക്ക്. അപ്പൊ മൺസൂൺ എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്നാണ്? അറബിയിൽ നിന്നാണ്. മൺസൂൺ എന്ന വാക്ക് അറബിയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. മൺസൂൺ എന്ന വാക്ക് അറബിയിൽ നിന്നാണ്. ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? പശ്ചിമ ബംഗാളാണ്. ഏതാണ്? പശ്ചിമ ബംഗാളാണ് ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനം. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത് നോക്കാം. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ. മുമ്പ് നമ്മളൊരു ക്ലാസ്സിൽ ഇത് പഠിച്ചിട്ടുണ്ട്. നമ്മൾ ന്യൂ SCERT ഒക്കെ പഠിക്കുമ്പോൾ അതിന്റെ ഇടയിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അല്ലെ. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ ഏതാണ്? അത് ഉത്തരായന രേഖയാണ് അല്ലെ. ഉത്തരായന രേഖയാണ് ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ അല്ലെ. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖയാണ് ഏത്? ഉത്തരായന രേഖ. ഏതാണ്? ഉത്തരായന രേഖ. ഉത്തരായന രേഖയാണ് ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ. ഭൂമധ്യരേഖ എന്താണ്? ഭൂമധ്യരേഖ ഇന്ത്യയിലൂടെ കടന്നു പോകുന്നില്ല. അപ്പൊ ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന ഒരു പ്രധാന അക്ഷാംശ രേഖ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പഠിക്കാനുള്ളത് ഏതാണ്? നമ്മുടെ ഉത്തരായന രേഖയാണ് അല്ലെ. ഉത്തരായന രേഖ പലപ്പോഴും ചോദ്യം വരാറുണ്ട്. ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ പെടാത്തത് ഏത് എന്നൊക്കെ ചോദ്യം വരാറുണ്ട്. ഏതൊക്കെയാണ് ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ? നമ്മൾ മുമ്പും പഠിച്ചതല്ലേ അല്ലെ, കോഡൊക്കെ വെച്ച് പഠിച്ചതാണ്. MGRന് 3 ടൈംസ് JCB മിസ്സായി. എന്താണ് MGR? M എന്താണ്? മധ്യപ്രദേശാണ്. കണക്ട് ചെയ്ത് പഠിച്ചോ. മഹാരാഷ്ട്രയിലേക്ക് ഉത്തരം പോകില്ലെന്ന് ഇപ്പൊ തന്നെ കൺഫ്യൂഷൻ ആവണ്ട. മധ്യപ്രദേശാണ്. മധ്യത്തിലൂടെ കടന്നു പോകുന്നു, ഇന്ത്യയുടെ മധ്യത്തിലൂടെ കടന്നു പോകുന്നു എന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ മധ്യപ്രദേശാണ്. M മധ്യപ്രദേശ്. G എന്താണ്? ഗുജറാത്ത് ആണ്. R രാജസ്ഥാൻ. അപ്പൊ MGRന് 3 ടൈംസ്. 3 എന്താണ്? ത്രിപുര. 3 ത്രിപുരയാണ്. 3 ടൈംസ് JCB. J ജാർഖണ്ഡ് ആണ്. C ഛത്തീസ്ഗഡ് ആണ്. B ബംഗാൾ ആണ്. ഓക്കെ, JCB മിസ്സായി. ആ മിസ് എന്താണ്? മിസോറാം ആണ്. ഓക്കെ, അപ്പൊ MGRന് 3 ടൈംസ് JCB മിസ്സായി. എന്താണ് കോഡ്? M മധ്യപ്രദേശ്, G ഗുജറാത്ത്, R രാജസ്ഥാൻ, 3 ടൈംസ് ത്രിപുര. 3 ത്രിപുരയാണ്. 3 ടൈംസ് JCB. J ജാർഖണ്ഡ്, C ഛത്തീസ്ഗഡ്, B ബംഗാൾ. മിസ്സായി, അത് മിസോറാം ആണ്. ഓക്കെ, അപ്പോ ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഇങ്ങനെ പഠിച്ചു വെക്കുക. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ പകൽ എന്നാണ്? അത് ജൂൺ 21-നാണ്. ജൂൺ 21-നാണ് എന്താണ് ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ പകൽ ഉള്ളത്. ഇനി ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ പകലാണെങ്കിൽ ഡിസംബർ 22. ഇത് ജസ്റ്റ് ഒന്ന് രണ്ടും അറിഞ്ഞു വെച്ചോ. ഏറ്റവും ദൈർഘ്യമേറിയ പകൽ എന്നാണ് ജൂൺ 21-നും ഡിസംബർ 22-നാണ് ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ പകലുള്ളത്. ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ പകലാണെങ്കിൽ ഡിസംബർ 22, ജൂൺ 21-നാണ് ഏറ്റവും ദൈർഘ്യം കൂടിയ
പകലുള്ളത്. ഓക്കെ, അപ്പൊ ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ ഏതാന്ന് ചോദ്യം വന്നാൽ കിട്ടുമല്ലോ. ഉത്തരായന രേഖയാണ്, ഉത്തരായന രേഖ. ഓക്കെ, വേനൽക്കാലത്ത് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ്, എപ്പോഴും കണ്ടിട്ടുണ്ടാവുമല്ലോ ഈ ചോദ്യം. ലൂ ആണ് കേട്ടോ, ലൂ ആണ്. വേനൽക്കാലത്ത് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റാണ് ഏത്? ലൂ. വരണ്ട ഉഷ്ണക്കാറ്റാണ് ലൂ. വരണ്ട ഉഷ്ണക്കാറ്റ് ലൂ. വേനൽക്കാലത്ത് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ് ഏതാണ്? ലൂ ആണ്. പറ്റുന്നത്ര ഇവിടെ തന്നെ റിപ്പീറ്റ് ചെയ്ത് കേട്ട് പോയിക്കോ. പറ്റുന്നത്ര എന്റെ കൂടെ പറയാൻ ശ്രമിച്ചു. അത് കൺഫ്യൂഷൻ വരുന്ന സാധനങ്ങളാണ്. ഓക്കെ, വേനൽക്കാലത്ത് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റാണ് ലൂ. വേനൽക്കാലത്ത് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റാണ് ലൂ. ഓക്കെ, ഏതാണ്? ലൂ ആണ്. ബംഗാൾ, ബീഹാർ, അസം എന്നീ സംസ്ഥാനങ്ങളിൽ വൈകുന്നേരങ്ങളിൽ രൂപപ്പെടുന്ന ശക്തമായ ഇടിമിന്നലോട് കൂടിയ കൊടുങ്കാറ്റുകളാണ് കാൽബൈശാഖി അഥവാ നോർവെസ്റ്റർ എന്നറിയപ്പെടുന്നു. കാൽബൈശാഖി കേട്ടിട്ടുണ്ടാവുമല്ലോ. കാൽബൈശാഖി എന്താണ്? ബംഗാൾ, ബീഹാർ, അസം എന്നീ സംസ്ഥാനങ്ങളിൽ വൈകുന്നേരങ്ങളിൽ രൂപപ്പെടുന്ന ശക്തമായ ഇടിമിന്നലോട് കൂടിയ മഴയാണ് കാൽബൈശാഖി. ഓക്കെ, കാൽബൈശാഖി. ഓക്കെ, കാൽബൈശാഖിയാണ് കേട്ടോ. കാൽബൈശാഖി അഥവാ നോർവെസ്റ്റർ എന്നറിയപ്പെടുന്നു. നോർവെസ്റ്റർ. ഓക്കെ, അപ്പൊ ബംഗാൾ, ബീഹാർ, അസം എന്നീ സംസ്ഥാനങ്ങളിൽ വൈകുന്നേരങ്ങളിൽ രൂപപ്പെടുന്ന ശക്തമായ ഇടിമിന്നലോട് കൂടിയ കൊടുങ്കാറ്റാണ് കാൽബൈശാഖി അല്ലെങ്കിൽ നോർവെസ്റ്റർ. ഓക്കെ, എങ്ങനെയായിരിക്കും ചോദ്യം വരിക? കാൽബൈശാഖിയുടെ മറ്റൊരു പേര് എന്തെന്ന് ചോദ്യം വരും. കാൽബൈശാഖി അറിയപ്പെടുന്ന മറ്റൊരു പേര് എന്തെന്ന് ചോദിച്ചാൽ എന്താണ്? നോർവെസ്റ്റർ ആണ്. നോർവെസ്റ്റർ. അപ്പോ ബംഗാൾ, ബീഹാർ, അസം എന്നീ സംസ്ഥാനങ്ങളിൽ വൈകുന്നേരങ്ങളിൽ രൂപപ്പെടുന്ന ശക്തമായ ഇടിമിന്നലോട് കൂടിയ എന്താണ്? കൊടുങ്കാറ്റുകളാണ്. ഇടിമിന്നലോട് കൂടിയ കൊടുങ്കാറ്റുകളാണ് കാൽബൈശാഖി അഥവാ നോർവെസ്റ്റർ എന്നറിയപ്പെടുന്നത്. പിന്നെ വേനൽക്കാലത്ത് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റാണ് ഏത്? ലൂ. വരണ്ട ഉഷ്ണക്കാറ്റാണ് ലൂ. ഇടിമിന്നലോട് കൂടിയ കൊടുങ്കാറ്റാണ് കാൽബൈശാഖി. ഇടിമിന്നലോട് കൂടിയ കൊടുങ്കാറ്റാണ് കാൽബൈശാഖി. ഓക്കെ, അപ്പൊ അതിനെ എന്ത് കിട്ടുമല്ലോ. അടുത്ത നോക്കാം. മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ കേരള, തമിഴ്നാട് തീരങ്ങളിൽ മൺസൂണിന് മുൻപ് തകർത്തു പെയ്യുന്ന മഴയാണ് മാംഗോ ഷവർ. ഏതാണ്? മാംഗോ ഷവർ ആണ്. ഓക്കെ, മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ കേരള, തമിഴ്നാട് തീരങ്ങളിൽ മൺസൂണിന് മുൻപ് തകർത്തു പെയ്യുന്ന മഴയാണ് മാംഗോ ഷവർ. ഏതാണ്? മാംഗോ ഷവർ ആണ്. ഓക്കെ, ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ് ഏതാണ്? അതേതാണ്? അത് ലൂ ആണ് അല്ലെ. ഇടിമിന്നലോട് കൂടിയ കൊടുങ്കാറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് കാൽബൈശാഖിയാണ്. കാൽബൈശാഖി. ഓക്കെ, ഈ കാൽബൈശാഖിക്ക് എന്തോ ഒരു മീനിങ് ഉണ്ടല്ലോ. വൈശാഖ മാസത്തിലെ ദുരന്തം എന്നൊക്കെ അറിയപ്പെടുന്നത് അല്ലെ. വൈശാഖ മാസത്തിലെ ദുരന്തം എന്നറിയപ്പെടുന്നത് കാൽബൈശാഖിയാണ്. അതും ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. കർണാടകത്തിലെ കാപ്പിത്തോട്ടങ്ങൾക്ക് പ്രയോജനകരമായ ഉഷ്ണക്കാറ്റാണ് ബ്ലോസം ഷവർ. ഇത് ചോദ്യം വരാറുണ്ട്. ഓക്കെ, ഇതിൽ ഈ 4 ചോദ്യം വരാറുണ്ട്. ഇതൊന്ന് പഠിച്ചു വെച്ചോ. കർണാടകത്തിലെ കാപ്പിത്തോട്ടങ്ങൾക്ക് പ്രയോജനകരമായ ഉഷ്ണക്കാറ്റാണ് ബ്ലോസം ഷവർ. എന്താണ്? ബ്ലോസം ഷവർ. പിന്നെ മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ കേരള, തമിഴ്നാട് തീരങ്ങളിൽ മൺസൂണിന് മുൻപ് തകർത്തു പെയ്യുന്ന മഴയാണ് മാംഗോ ഷവർ. ഏതാണ്? മാംഗോ ഷവർ ആണ് കേട്ടോ. ഏതാണ്? മാംഗോ ഷവർ. കർണാടകത്തിലെ കാപ്പിത്തോട്ടങ്ങൾക്ക് പ്രയോജനകരമായ ഉഷ്ണക്കാറ്റാണ് ബ്ലോസം ഷവർ. ഓക്കെ, ഏതാണ്? ബ്ലോസം ഷവർ. ബ്ലോസം ഷവർ ഇത് എന്താണ് അറിയപ്പെടുന്നത്? നമ്മുടെ കേരളത്തിൽ അറിയപ്പെടുന്നത് എന്താണ്? കാപ്പിപ്പൂമഴ എന്നറിയപ്പെടുന്നു അല്ലെ. കേരളത്തിൽ ബ്ലോസം ഷവർ കേരളത്തിൽ പ്രാദേശികമായി എന്താണ് അറിയപ്പെടുന്നത്? കാപ്പിപ്പൂമഴ എന്നറിയപ്പെടുന്നു. കാപ്പിപ്പൂമഴ എന്ന് അറിയപ്പെടുന്നു. ഓക്കെ, അപ്പൊ കർണാടകത്തിലെ കാപ്പിത്തോട്ടങ്ങൾക്ക് പ്രയോജനകരമായ, ഈ വാക്ക് എനിക്ക് വെറുത്തുപോയി, പ്രയോജനകരമായ ഉഷ്ണക്കാറ്റാണ് ബ്ലോസം ഷവർ. ഏതാണ്? ബ്ലോസം ഷവർ. ഇതെന്താണ് കേരളത്തിൽ അറിയപ്പെടുന്നത്? കാപ്പിപ്പൂമഴ എന്നറിയപ്പെടുന്നു അല്ലെ. കാപ്പിപ്പൂമഴ എന്നറിയപ്പെടുന്നു. ഏത്? ബ്ലോസം ഷവർ എന്താണ് കേരളത്തിൽ അറിയപ്പെടുന്നത്? കാപ്പിപ്പൂമഴ എന്ന് അറിയപ്പെടുന്നു. ഓക്കെ, അപ്പൊ അത് കിട്ടി. മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ കേരള, തമിഴ്നാട് തീരങ്ങളിൽ മൺസൂണിന് മുൻപ് തകർത്തു പെയ്യുന്ന മഴയാണ് മാംഗോ ഷവർ. ഇതും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. മാംഗോ ഷവർ എപ്പോഴും ചോദ്യം വരാറുണ്ട്. ഓക്കെ, അടുത്തത് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആനമുടിയാണ്. ഇനി പിന്നെ ചോദ്യം വരും, പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആനമുടിയാണ്. എത്രയാണ്? 2695 മീറ്റർ ആണ്. അതും പഠിച്ചു വെച്ചോ. 2695 മീറ്റർ ആണ്. 2695 മീറ്റർ ആണ് ആനമുടിയുടെ ഉയരം. ഓക്കെ, അപ്പൊ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് ചോദ്യം വരാറുണ്ട്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്നും ചോദ്യം വരാറുണ്ട്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. സുഖവാസ കേന്ദ്രങ്ങളുടെ രാജകുമാരി എന്നറിയപ്പെടുന്നത് ഏതാണ്? കൊടൈക്കനാലാണ് കേട്ടോ. സുഖവാസ കേന്ദ്രങ്ങളുടെ
രാജകുമാരി എന്നറിയപ്പെടുന്നു. ഓക്കെ, ക്വീൻ ഓഫ് ഹിൽ സ്റ്റേഷൻ എന്നറിയപ്പെടുന്നു അല്ലെ. ക്വീൻ ഓഫ് ഹിൽ സ്റ്റേഷൻസ് എന്നറിയപ്പെടുന്നത് ഏതാണ്? കൊടൈക്കനാലാണ്. കൊടൈക്കനാലാണ് ക്വീൻ ഓഫ് ഹിൽ സ്റ്റേഷൻസ് എന്ന് അഥവാ അല്ലെങ്കിൽ സുഖവാസ കേന്ദ്രങ്ങളുടെ രാജകുമാരി എന്നറിയപ്പെടുന്നത്. പശ്ചിമഘട്ടത്തിലെ റാണി എന്നറിയപ്പെടുന്ന ഏതാണ്? ഊട്ടിയാണ് അഥവാ ഉദകമംഗലം അല്ലെ. ഉദകമംഗലം നമ്മൾ അത് പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ SCERT ക്ലാസ് ഇപ്പോൾ 2 ദിവസം മുമ്പ് SCERT ക്ലാസ്, ന്യൂ SCERT ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ പഠിച്ചതാണ് അല്ലെ. അതിൽ പോയിന്റ് ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്, പശ്ചിമഘട്ടത്തിനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്, അതിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം പശ്ചിമഘട്ടത്തിലെ റാണി എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? ഊട്ടിയാണ് അഥവാ ഊട്ടിയുടെ പഴയ പേരാണ് ഉദകമംഗലം. ഉദകമംഗലം അതും പഠിച്ചു വെച്ചോ. ഇനി അതല്ല, പശ്ചിമഘട്ടത്തിലെ റാണി എന്നറിയപ്പെടുന്ന സസ്യം ഏതാണെന്നാണ് ചോദിക്കുന്നതെങ്കിൽ അതേതാണ്? നീലക്കുറിഞ്ഞിയാണ്. നീലക്കുറിഞ്ഞി എന്ന് ശാസ്ത്രീയ നാമം പഠിച്ചു വെച്ചോ. സ്ട്രോബിലാന്തസ് കുന്തിയാന. എന്താണ്? സ്ട്രോബിലാന്തസ് കുന്തിയാന എന്നാണ് നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമം. ഓക്കെ, അപ്പൊ സുഖവാസ കേന്ദ്രങ്ങളുടെ രാജകുമാരി ഏതാണ്? കൊടൈക്കനാലാണ്. ഏതാണ്? കൊടൈക്കനാലാണ്. അപ്പൊ കിട്ടിയല്ലോ. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആനമുടിയാണ്. ഓക്കെ, അടുത്തത് വാട്ടർ ടവർ ഓഫ് ഏഷ്യ എന്നറിയപ്പെടുന്നത് ഏതാണ്? ഹിമാലയാണ് അല്ലെ. ഹിമാലയമാണ് വാട്ടർ ടവർ ഓഫ് ഏഷ്യ എന്നറിയപ്പെടുന്നത്. വാട്ടർ ടവർ ഓഫ് ഏഷ്യ എന്നറിയപ്പെടുന്നത് ഏതാണ്? ഹിമാലയമാണ്. വാട്ടർ ടവർ ഓഫ് ഏഷ്യ എന്നറിയപ്പെടുന്നത് ഏതാണ്? ഹിമാലയമാണ്. ഹിമാലയം എന്ന വാക്കിന് സംസ്കൃതത്തിൽ എന്താണ് അതിന്റെ അർത്ഥം? എന്താണ് സംസ്കൃതത്തിൽ ഹിമാലയം എന്ന വാക്കിന്റെ അർത്ഥം എന്താന്ന് ചോദിച്ചാൽ എന്താണ്? മഞ്ഞിന്റെ വീട്. ഒന്ന് ആലോചിച്ച് നോക്ക്. ഹിമാലയം, ഹിമം പറഞ്ഞ എന്താണ്? മഞ്ഞ്, ആലയം വീട്, കണക്ട് ചെയ്തൂടെ? അപ്പൊ മഞ്ഞിന്റെ വീട് എന്നാണ് അർത്ഥം വരുന്നത്, ഹിമാലയം. ഓക്കെ, വാട്ടർ ടവർ ഓഫ് ഏഷ്യ എന്നറിയപ്പെടുന്നത് ഹിമാലയമാണ് കേട്ടോ. വാട്ടർ ടവർ ഓഫ് ഏഷ്യ എന്നറിയപ്പെടുന്നത് ഹിമാലയമാണ്. ഓക്കെ, ഹിമാലയത്തിന്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഏതാണ്? ഹിമാദ്രിയാണ് കേട്ടോ. ഹിമാദ്രിയാണ് ഹിമാലയത്തിന്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. ഏറ്റവും പ്രായം കുറഞ്ഞ പർവ്വതനിരയാണ് കേട്ടോ ഹിമാലയം. ഓക്കെ, ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പർവ്വതനിര കൂടിയാണ് ഹിമാലയം. ഹിമാലയമാണ് ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പർവ്വതനിര. ഏറ്റവും പ്രായം കൂടിയ പർവ്വതനിര ഏതാണെന്ന് ചോദിച്ചാൽ ആരവല്ലിയാണ് കേട്ടോ. ആരവല്ലിയാണ്. ഓക്കെ, അപ്പോ ഹിമാലയത്തിന്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഏതാണ്? ഹിമാദ്രി. ഇത് തന്നെയാണ് ഇന്നർ ഹിമാലയ, അതുപോലെ തന്നെ ഗ്രേറ്റർ ഹിമാലയ എന്നൊക്കെ അറിയപ്പെടുന്നത്. ഏതാണ്? ഹിമാദ്രിയാണ്. ഹിമാദ്രി. അപ്പൊ ഹിമാലയത്തിന്റെ നട്ടെല്ലാണ് ഹിമാദ്രി. ഹിമാലയത്തിന്റെ നട്ടെല്ല് ഏതാണ്? ഹിമാദ്രി. വാട്ടർ ടവർ ഓഫ് ഏഷ്യ എന്നറിയപ്പെടുന്നത് ഏതാണ്? ഹിമാലയമാണ്. എന്താണ് അതിന്റെ അർത്ഥം? മഞ്ഞിന്റെ വീട്. ഓക്കെ, അപ്പൊ അതും കിട്ടി. ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് എപ്പോഴും ചോദ്യം വരും. പാമീറാണ്. പാമീറാണ് ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത്. ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് ഏതാണ്? പാമീർ. ലോകത്തിന്റെ മേൽക്കൂര ഏതാണ്? പാമീർ ആണ്. ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് ഏതാണ്? പാമീർ ആണ്. ഓക്കെ, വാട്ടർ ടവർ ഓഫ് ഏഷ്യ എന്നറിയപ്പെടുന്നത് ഏതാണ്? ഹിമാലയമാണ്. ഹിമാലയത്തിന്റെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് ഏതാണ്? ഹിമാദ്രിയാണ്. ഇന്നർ ഹിമാലയ, ഗ്രേറ്റർ ഹിമാലയ എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാന്ന് ചോദിച്ചാലും ഏതാണ്? ഹിമാദ്രിയാണ്. ഓക്കെ, അപ്പൊ അത് പഠിച്ചു. ശ്രീനഗർ കാർഗിലും തമ്മിൽ ബന്ധിപ്പിക്കുന്ന, ശ്രീനഗറും കാർഗിലും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് സോജില ചുരം. സോജില ചുരം. ഈ ചോദ്യങ്ങൾ എപ്പോഴും വരാറുണ്ട്. ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏത്? സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏത്? ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏത് എന്നൊക്കെ ചോദ്യം വരാറുണ്ട്. അതില് ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് സോജില ചുരം. ഇനി സിക്കിമും ടിബറ്റും ആണെങ്കിൽ, സിക്കിമും ടിബറ്റും ആണ് നാഥുല ചുരം അല്ലെ. സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് നാഥുല ചുരം. നാഥുല ചുരമാണ് സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. ഓക്കെ, ഇനി ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഏത്? ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും. ഉത്തരം എന്നുള്ളത് വെച്ച് കണക്ട് ചെയ്യണേ. ഉത്തരാഖണ്ഡാണ്. ഉത്തരം വെച്ച് കണക്ട് ചെയ്യുക. എന്താണ്? ലിപുലേഖ് ചുരം. ഓക്കെ, ലിപു വെച്ച് കണക്ട് ചെയ്യുക. ലിപുലേഖ് ചുരം. ലിപുലേഖ് ചുരം. ഓക്കെ, ലിപുലേഖ് ചുരം. ലിപുലേഖ് ചുരമാണ് ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. അപ്പൊ ലിപ്പ് ലിപ്പ് ലിപ്പ്. ഓക്കെ, ഉത്തരം പറയാൻ എന്ത് വേണം? ലിപ്പ് വേണം. ലിപുലേഖ് ചുരമാണ് ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ലിപുലേഖ് ചുരം. ലിപുലേഖ് ചുരം. സോജില ചുരം ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. നാഥുല ചുരം സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. നമ്മൾ പഠിച്ചു. ഇനി ഷിപ്കില ചുരമാണുള്ളത്. അതേതാണ്? ഷിപ്കില ചുരം ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഷിപ്കില ചുരം. ഹിമാചൽ പ്രദേശ് നമ്മൾ നേരത്തെ പഠിച്ചു. ഹിമാലയം, ഹിമം എന്താണ്? മഞ്ഞാണ്. ഹിമാചൽ പ്രദേശ്, ഇത് മാത്രം വെച്ച് കണക്ട് ചെയ്യണേ. ഹിമാചൽ പ്രദേശ്. ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും. ഹിമം മഞ്ഞ്. ഓക്കെ, മഞ്ഞ് എന്താലേക്കണം?
മഞ്ഞ്, ഷിപ്പ്. ഓക്കെ, മഞ്ഞിലിടിച്ച് വീണ ഒരു ഷിപ്പ് മാത്രം നമുക്ക് പേരറിയണ്ടാവുള്ളൂ. ഏതാണ്? ടൈറ്റാനിക് അല്ലെ. മഞ്ഞിലിടിച്ച് വീണ ടൈറ്റാനിക്കിനെ ആലോചിക്കുക. അപ്പൊ ഷിപ്പ്, ഹിമത്തിലിടിച്ചിട്ടാണ് ടൈറ്റാനിക് തകർന്നത് എന്ന് ആലോചിക്കുക. അപ്പൊ ഷിപ്പ്, ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാന്ന് വെച്ചാൽ ഹിമാചൽ പ്രദേശ് കണ്ട വേഗം പോയിക്കോ. ഹിമം എന്ന് കണക്ട് ചെയ്ത് ഹിമത്തിലിടിച്ച് തകർന്ന കപ്പലിനെ പറ്റിയൊക്കെ ചിന്തിച്ചോ, ടൈറ്റാനിക്കിനെ പറ്റിയൊക്കെ ആലോചിച്ചോ. അപ്പൊ എന്ത് കിട്ടും? ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഓപ്ഷനിൽ ആരുണ്ടാവും? ഷിപ്കില ചുരം. എന്താണ്? ഷിപ്കില, ഷിപ്പ് കപ്പൽ, ഷിപ്കില ചുരം. ലിപുലേഖ് ചുരം ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും, നാഥുല ചുരം സിക്കിമിനെയും ടിബറ്റിനെയും, സോജില ചുരം ശ്രീനഗറിനെയും കാർഗിലിനെയും. ഓക്കെ, അത്രയും കാര്യങ്ങളൊക്കെ ക്ലിയർ ആണ്. അപ്പൊ ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് ഏതാണ്? പാമീർ ആണ്. പഠിച്ച പോയിന്റ്സ് ഒക്കെ ക്ലിയർ അല്ലേ? ഓക്കെ ആണല്ലോ. അടുത്തത് നോക്കാം. അടുത്തത് നീലജലനയം നടപ്പിലാക്കിയ പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ്. ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ് നീലജലനയം നടപ്പിലാക്കിയത്. നീലജലനയം നടപ്പിലാക്കിയത് ആരാണ്? ഫ്രാൻസിസ്കോ ഡി അൽമേഡ. ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ് നീലജലനയം നടപ്പിലാക്കിയത്, അഥവാ ബ്ലൂ വാട്ടർ പോളിസി. ബ്ലൂ വാട്ടർ പോളിസി നടപ്പിലാക്കിയത് ആരാണ്? ഫ്രാൻസിസ്കോ ഡി അൽമേഡ. ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ് നീലജലനയം അഥവാ ബ്ലൂ വാട്ടർ പോളിസി നടപ്പിലാക്കിയത്. ആരാണ്? ഫ്രാൻസിസ്കോ ഡി അൽമേഡ. ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ് നീലജലനയം നടപ്പിലാക്കിയത്. ഇന്ത്യയിൽ പോർച്ചുഗീസ് ഭരണത്തിന്റെ യഥാർത്ഥ സ്ഥാപകൻ ആരാണ്? അൽബുക്കർക്കാണ്. അൽബുക്കർക്ക്, ശക്തനായ വൈസ്രോയി എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? അൽബുക്കർക്കാണ് കേട്ടോ. ഓക്കെ, അപ്പോ ഇന്ത്യയിൽ പോർച്ചുഗീസ് ഭരണത്തിന്റെ യഥാർത്ഥ സ്ഥാപകൻ ആരെന്ന് ചോദിച്ചത് ആരാണ്? അൽബുക്കർക്കാണ്. ആരാണ്? അൽബുക്കർക്കാണ്. ആരാണ്? അൽബുക്കർക്കാണ് ഇന്ത്യയിൽ പോർച്ചുഗീസ് ഭരണത്തിന്റെ യഥാർത്ഥ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത്. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യന്മാരാണ് അല്ലെ പോർച്ചുഗീസുകാർ. ഓക്കെ, ആദ്യം എത്തിയ യൂറോപ്യൻ ആരാണ്? അത് വാസ്കോഡ ഗാമയാണ് അല്ലെ. വാസ്കോഡ ഗാമ 1498 ആ വർഷമൊക്കെ നമുക്കറിയാം. ഓക്കെ, അപ്പൊ വാസ്കോഡ ഗാമയാണ് ഇന്ത്യയിലെത്തിയ ആദ്യ പോർച്ചുഗീസുകാരൻ. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യർ ആരെന്ന് ചോദിച്ചാൽ അത് പോർച്ചുഗീസുകാരാണ് കേട്ടോ. ആദ്യം പോർച്ചുഗീസുകാർ. എന്താണ് നമ്മുടെ കോഡ്? പോടാ ബി ഫ്രൈ. പറഞ്ഞു ഞാൻ മടുത്തു. പോടാ ബി ഫ്രൈ നമ്മൾ പഠിച്ച കോഡാണ് കേട്ടോ. നമ്മള് മുമ്പുള്ള പവർ ക്യാപ്സ്യൂളിന്റെ ക്ലാസ്സിലും ഇത് ഡിസ്കസ് ചെയ്താണ്. എന്താണ്? പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ബ്രിട്ടീഷുകാർ, ഫ്രഞ്ചുകാർ. ഒപ്പോടാ ബി ഫ്രൈ. ഓർത്തു വെക്കുമല്ലോ, പോർച്ചുഗീസ്, ഡച്ച്, ബ്രിട്ടീഷ്, ഫ്രഞ്ച്, ആ ഓർഡറിലാണ് ഇന്ത്യയിൽ എത്തിയിട്ടുള്ളത്. ഇനി ഇന്ത്യയിൽ നിന്ന് തിരിച്ചു പോയത് എങ്ങനെയാന്ന് ചോദിച്ചാൽ ഡാ ബീഫേപ്പോ. എന്താണ്? ഡാ ബീഫേപ്പോ. ഇന്ത്യയിൽ നിന്നും തിരിച്ചു പോയ യൂറോപ്യന്മാരുടെ ക്രമം ചോദിച്ചാൽ എന്താണ്? ഡാ ബീഫേപ്പോ. ഡച്ചുകാർ, ബ്രിട്ടീഷുകാർ, ഫ്രഞ്ചുകാർ, പോർച്ചുഗീസുകാർ. ആദ്യം ഇന്ത്യയിൽ എത്തിയതും അവസാനം ഇന്ത്യയിൽ നിന്ന് തിരിച്ചു പോയതും ആരാണ്? പോർച്ചുഗീസുകാരാണ്. ഓക്കെ, അപ്പോ ഇന്ത്യയിൽ പോർച്ചുഗീസ് ഭരണത്തിന്റെ യഥാർത്ഥ സ്ഥാപകൻ ആരാണ്? അൽബുക്കർക്കാണ്. ശക്തനായ വൈസ്രോയി എന്നറിയപ്പെടുന്നത് ആരാണ്? അൽബുക്കർക്കാണ്. ഓക്കെ, അൽബുക്കർ. മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്നറിയപ്പെടുന്ന ആരാണ്? മാസ്റ്റർ റാൽഫിച്ച് ആണ് കേട്ടോ. മാസ്റ്റർ റാൽഫിച്ച് ആണ് മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്നറിയപ്പെടുന്നത്. അക്ബറിന്റെ സദസ്സ് സന്ദർശിച്ച ആദ്യ ഇംഗ്ലീഷുകാരൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? മാസ്റ്റർ റാൽഫിച്ച് ആണ് കേട്ടോ. എന്താണ്? മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്നറിയപ്പെടുന്നത് ആരാന്ന് നിങ്ങൾക്ക് ചോദ്യം വരാറുണ്ട്. മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? മാസ്റ്റർ റാൽഫിച്ച് ആണ്. മാസ്റ്റർ റാൽഫിച്ച് ആണ്. ഈ കമ്പനി ബോർഡ് LGS അഥവാ LGS ഈ നിലവാരത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളുടെ ഒരു പ്രത്യേകത എന്താ അറിയോ? ഈ വിശേഷിപ്പിക്കപ്പെടുന്നില്ല. അതായത് എന്നറിയപ്പെടുന്നത് ആര് എന്നുള്ള ചോദ്യം ഒരുപാട് നമ്മൾ പ്രതീക്ഷിച്ചിട്ട് പോകണം. എന്തെങ്കിലും ഒരു 2-3 ചോദ്യമെങ്കിലും ഇല്ലാതിരിക്കില്ല. അഥവാ കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? കേരള ഗാന്ധി K കേളപ്പനാണ്. മയ്യഴി ഗാന്ധി IK കുമാരൻ മാസ്റ്ററാണ്. അതിർത്തി ഗാന്ധി ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ്. അങ്ങനെ പല ചോദ്യങ്ങളും വരും. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആര്? സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആര്? ദാദാബായി നവറോജിയാണ്. തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആര്? ബാരിസ്റ്റർ GP പിള്ളയാണ്. ഇങ്ങനെ പലതരത്തിലുള്ള അറിയപ്പെടുന്നത് ആര് എന്നുള്ള ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ പറ്റുന്ന അത്രയും അറിയപ്പെടുന്ന ആളുകളൊക്കെ പഠിച്ചു വെച്ചിട്ട് പോയിക്കോ. കേരള സിംഹം എന്നറിയപ്പെടുന്നത് ആര്? അത് പഴശ്ശിരാജയാണ്. കേരള സിംഹം എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് ആര്? സർദാർ KM പണിക്കരാണ്. അപ്പൊ ഇങ്ങനത്തെ വിശേഷണങ്ങൾ എപ്പോഴും പഠിച്ചിട്ട് പോയിക്കോ, പ്രത്യേകിച്ച് ഇങ്ങനത്തെ എക്സാമിന്. പ്രിലിംസും അതുപോലെ തന്നെ 7th ലെവൽ ആയിട്ടുള്ള ഈ LGS കമ്പനി ബോർഡ് LGS പോലത്തെ എക്സാമുകൾക്കൊക്കെ ഒന്ന് പഠിച്ചിട്ട് പോയിക്കോ. അപ്പൊ മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? മാസ്റ്റർ റാൽഫിച്ച് ആണ്. അക്ബറിന്റെ സദസ്സ് സന്ദർശിച്ച ആദ്യ ഇംഗ്ലീഷുകാരൻ അല്ലെ. അക്ബറിന്റെ സദസ്സ് സന്ദർശിച്ച ആദ്യ ഇംഗ്ലീഷുകാരൻ എന്നറിയപ്പെടുന്നതും ആരാണ്? മാസ്റ്റർ റാൽഫിച്ച് ആണ്. മാസ്റ്റർ റാൽഫിച്ച്. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാൻ കാരണമായ ഉടമ്പടി ഏതാണ്? ശ്രീരംഗപട്ടണം ഉടമ്പടി. പഠിച്ചിട്ട് പോയിക്കോ,
എപ്പോഴും ചോദ്യം വരാറുണ്ട്. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാൻ കാരണമായ ഉടമ്പടിയാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി 1792. 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി. അപ്പൊ എങ്ങനെയൊക്കെ ചോദ്യം വരും? മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാൻ കാരണമായ ഉടമ്പടി ഏത്? ഉത്തരം എന്താണ്? ശ്രീരംഗപട്ടണം ഉടമ്പടി. ശ്രീരംഗപട്ടണം ഉടമ്പടി ഒപ്പുവെച്ച വർഷം ഏത്? 1792. രണ്ടും കിട്ടിയല്ലോ. അപ്പൊ 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി ഒപ്പുവെച്ചത്. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാൻ കാരണമായ ഉടമ്പടിയാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി. ടിപ്പുവിനെ പരാജയപ്പെടുത്തിയിട്ടാണ് അല്ലേ? അതൊക്കെ നമുക്കറിയാം. അപ്പം ഇങ്ങനെ പഠിച്ചു വെച്ചോ. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാൻ കാരണമായ ഉടമ്പടി ഏതാണ്? അത് ശ്രീരംഗപട്ടണം ഉടമ്പടിയാണ്. ഒപ്പുവെച്ച വർഷം 1792. 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി. ഓക്കെ, അപ്പൊ അതും ക്ലിയർ ആയി. ഓക്കെ, പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടോ? പഠിച്ച പോയിന്റ്സ് ഒക്കെ പെട്ടെന്ന് ഞാൻ റിവൈസ് ചെയ്ത് തരട്ടെ, അല്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. പറ്റുന്നത്രയും നമ്മൾ റിവൈസ് ചെയ്തിട്ടുണ്ട്, എങ്കിലും ഒരു വട്ടം കൂടെ നമുക്കൊന്ന് പറഞ്ഞു പോവാം. ഓക്കെ, ആദ്യം പള്ളിവാസൽ പദ്ധതി ഏത് നദിയിലാണ്? മുതിരപ്പുഴയിലാണ് അല്ലെ? പള്ളിവാസൽ പദ്ധതി മുതിരപ്പുഴയിലാണ്. മുതിരപ്പുഴ ഏത് നദിയുടെ പോഷക നദിയാണ്? പെരിയാറിന്റെ പോഷക നദിയാണ്. കേട്ടിരുന്നാ പോരാ, കൂടെ പറയണേ. നമ്മൾ പഠിച്ചു പോയിട്ടുള്ള കാര്യങ്ങളാണ്. കൂടെ റിപ്പീറ്റ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. നിങ്ങൾ പഠിച്ചിട്ടാണോ? നിങ്ങൾ പഠിച്ചിട്ട് തന്നെ പോയാൽ മതി. ഓക്കെ, നിങ്ങൾക്ക് എക്സാമിന് മാർക്ക് കിട്ടണം. ഓക്കെ, അപ്പൊ പള്ളിവാസൽ ഏത് നദിയിലാണ്? മുതിരപ്പുഴയിലാണ്. മുതിരപ്പുഴ ഏത് നദിയുടെ പോഷക നദിയാണ്? പെരിയാറിന്റെ പോഷക നദിയാണ്. പള്ളിവാസൽ നിലവിൽ വന്നത് എപ്പോഴാണ്? 1940 അല്ലെ? പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്നത് 1940. ആതിരപ്പള്ളി വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? ചാലക്കുടി പുഴയിലാണ്. അതാണ് ഏറ്റവും ജൈവ വൈവിധ്യമുള്ള കേരളത്തിലെ നദി ഏതാണ്? ജൈവ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ നദിയാണ് ചാലക്കുടി പുഴ. ഇനി സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിയാണ് കുന്തിപ്പുഴ. സൈലന്റ് വാലി ഏത് ജില്ലയിലാണ്? പാലക്കാട്. സൈലന്റ് വാലിയെ നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ചത് എപ്പോഴാണ്? 1984. ഉദ്ഘാടനം ചെയ്തത് എപ്പോഴാണ്? ആരാണ്? നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ചത് ആരാന്ന് ചോദിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. ഉദ്ഘാടനം ചെയ്തത് രാജീവ് ഗാന്ധിയാണ്. 1985 അല്ലെ? 1985. സൈലന്റ് വാലിയിൽ സംരക്ഷിക്കപ്പെടുന്നത് സിംഹവാലൻ. വാലന്റെ ഭാര്യ ആരാണ്? വാലി. സൈലന്റ് വാലി സിംഹവാലൻ. കിട്ടുമല്ലോ. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകളെ സംരക്ഷിക്കപ്പെടുന്നത് എവിടെയാന്ന് ചോദിച്ചാൽ എവിടെയാണ്? സൈലന്റ് വാലിയിലാണ്. ഓക്കെ, തേക്കടി വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്നതാണ് പെരിയാർ. ഓക്കെ, പെരിയാർ. ആറളം വന്യജീവി ഏതാണ്? ചീങ്കണ്ണിപ്പുഴ. ആറളം വന്യജീവി സങ്കേതം ഏത് നദിയുടെ തീരത്താണെന്നാണ്? ചീങ്കണ്ണിപ്പുഴയാണ് അല്ലെ? കുമരകം പക്ഷി സങ്കേതം. പക്ഷി സങ്കേതം കണ്ട എന്താലേക്ക്? കവണ. ഓക്കെ, അപ്പൊ കവണാർ. ഉത്തരം കിട്ടുമല്ലോ. പിന്നെ ഏതാണ്? ചിന്നാർ വന്യജീവി. ചിന്ന പാമ്പ്. അപ്പൊ പാമ്പാർ. പിന്നെ അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദിയാണ് ശിരുവാണി. ദേശീയ ജലപാത 3 ഏതാണ്? NW3 ഏതാണ്? NW1 ഏതാണ്? അലഹബാദ് ഹാൽദിയ. NW2 സാദിയ ദുബ്രി. NW3 ഏതാണ്? കൊല്ലം കോഴിക്കോട് അല്ലെ? കൊല്ലം കോട്ടപ്പുറന്ന് മാത്രമാണ് തരുന്നതെങ്കിൽ അതാണ് ആൻസർ. NW3 എത്ര കിലോമീറ്റർ ആണ്? 205 കിലോമീറ്റർ ആണ് കേട്ടോ. 205 കിലോമീറ്റർ ആണ്. കേരളത്തിൽ കുരുമുളക് ഗവേഷണ കേന്ദ്രം എവിടെയാണ്? പന്നിയൂരാണ് കേട്ടോ. പന്നിയൂരാണ് കുരുമുളക് ഗവേഷണ കേന്ദ്രം. മക്മോഹൻ രേഖ ഇന്ത്യ ചൈന. റാഡ്ക്ലിഫ് രേഖ ഇന്ത്യ പാകിസ്ഥാൻ. തീൻബേഗ കോറിഡോർ ഇന്ത്യ ബംഗ്ലാദേശ്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏതാണ്? ഡ്യൂറന്റ് രേഖ. പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനും ഏതാണ്? ഡ്യൂറന്റ് രേഖയാണ്. ഇന്ത്യ ശ്രീലങ്ക പാക് കടലിടുക്ക്. പിന്നെ ഏത് പഠിച്ചു? ഇന്ത്യ മാലദ്വീപ് 8 ഡിഗ്രി ചാനലാണ്. ഒക്കെ ഓർമ്മ ഉണ്ടല്ലോ. ഓക്കെ, ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? പശ്ചിമ ബംഗാളാണ്. മൺസൂൺ എന്ന വാക്ക് അറബിയിൽ നിന്നാണ് നമ്മൾ പഠിച്ചു അല്ലെ? മൺസൂൺ ഏതാണ്? അറബി ഭാഷയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖയാണ് ഉത്തരായന രേഖ. അത് കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ MGRന് 3 ടൈംസ് JCB മിസ്സായി. M മധ്യപ്രദേശ്, G ഗുജറാത്ത്, R രാജസ്ഥാന്, 3 ത്രിപുര ടൈംസ് JCB, J ജാർഖണ്ഡ്, C ഛത്തീസ്ഗഡ്, B ബംഗാള്, മിസ്സായി മിസോറാം ആണെന്നും നമ്മൾ പഠിച്ചു. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ പകൽ ജൂൺ 21-നും ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ പകൽ ഡിസംബർ 22-നും. രണ്ടും കിട്ടിയല്ലോ. ഓക്കെ, വേനൽക്കാലത്ത് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റാണ് ലൂ. ഇടിമിന്നലോട് കൂടിയതാണ് കാൽ വൈശാഖി. വൈശാഖ മാസത്തിലെ ദുരന്തം എന്നെന്താണ് അറിയപ്പെടുന്നത് അല്ലെ? വൈശാഖ മാസത്തിലെ അപ്പൊ കാൽ ദുരന്തം, ഇടിമിന്നൽ എന്താണ്? ഇടിമിന്നലോട് കൂടിയ കൊടുങ്കാറ്റ് എന്നൊക്കെ പറയുമ്പോൾ ആലോചിച്ച ഒരു ദുരന്തമാണ് അല്ലെ? അപ്പൊ കൊടുങ്കാറ്റ് കാൽ വൈശാഖി അഥവാ നോർവെസ്റ്റർ ആണ്. മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ കേരള തമിഴ്നാട് തീരങ്ങളിൽ മൺസൂണിന് മുൻപ് തകർത്തു പെയ്യുന്ന മഴയാണ് മാംഗോ ഷവർ. ഏതാണ്? മാംഗോ ഷവർ. കർണാടകത്തിലെ കാപ്പിത്തോട്ടങ്ങൾക്ക് പ്രയോജനകരമായ ഉഷ്ണക്കാറ്റാണ് ബ്ലോസം ഷവർ. അത് കേരളത്തിൽ എന്താണ് അറിയപ്പെടുന്നത്? കാപ്പി പൂമഴ എന്നറിയപ്പെടുന്നു. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. എത്രയാണ് മീറ്റർ? 2695 മീറ്റർ ആണ് ഉയരം. ഓക്കെ, സുഖവാസ കേന്ദ്രങ്ങളുടെ രാജകുമാരിയാണ് കൊടൈക്കനാൽ. പശ്ചിമഘട്ടത്തിലെ റാണി എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രമാണ് ഊട്ടി. പശ്ചിമഘട്ടത്തിലെ റാണി എന്നറിയപ്പെടുന്ന സസ്യമാണ് നീലക്കുറിഞ്ഞി. നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമമാണ് സ്ട്രോബിലാന്തസ് കുന്തിയാന. ഓക്കെ,
വാട്ടർ ടവർ ഓഫ് ഏഷ്യ എന്നറിയപ്പെടുന്നത് ഹിമാലയമാണ്. എന്താണ് അതിന്റെ അർത്ഥം? മഞ്ഞിന്റെ വീട്. ഹിമാലയത്തിന്റെ അർത്ഥം മഞ്ഞിന്റെ വീട്. ഓക്കെ, ഹിമാലയത്തിന്റെ നട്ടെല്ലാണ് ഹിമാദ്രി. ഇന്നർ ഹിമാലയ എന്നും ഗ്രേറ്റർ ഹിമാലയ എന്നൊക്കെ അറിയപ്പെടുന്നത് ഹിമാദ്രിയാണ്. ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് പാമീർ. ഓക്കെ, ശ്രീനഗർ കാറുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് സോജില ചുരം. ഷിപ്കില ചുരം, ഷിപ്പ് കപ്പൽ ഇടിച്ച് മഞ്ഞ് അല്ലെ, അപ്പൊ കണക്ട് ചെയ്യുക. എന്താണ്? ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഷിപ്കില ചുരം. ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും ലിപുലേഖ് ചുരം. പിന്നെ നാഥുല ചുരം സിക്കിമും ടിബറ്റും. ഓക്കെ, അപ്പൊ അതും കിട്ടി. നീലജല നയം നടപ്പിലാക്കിയത്. ഓക്കെ, അഥവാ ബ്ലൂ വാട്ടർ പോളിസി. നീലജല നയം നടപ്പിലാക്കിയത് അഥവാ ബ്ലൂ വാട്ടർ പോളിസി നടപ്പിലാക്കിയത് ആരാന്ന് ചോദിച്ചാൽ ഫ്രാൻസിസ്കോ ഡി അൽമേഡ. ഫ്രാൻസിസ്കോ ഡി അൽമേഡ. ഇന്ത്യയിൽ പോർച്ചുഗീസ് ഭരണത്തിന്റെ യഥാർത്ഥ സ്ഥാപകൻ ആരാണ്? അൽബുക്കർക്ക്. ശക്തനായ എന്താണ് വൈസ്രോയി എന്നറിയപ്പെടുന്നത് അൽബുക്കർക്ക്. മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ ആരാണ്? മാസ്റ്റർ റാൽഫിച്ച് ആണ്. അക്ബറിന്റെ സദസ്സ് സന്ദർശിച്ച ആദ്യ ഇംഗ്ലീഷുകാരനാണ് മാസ്റ്റർ റാൽഫിച്ച്. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാൻ കാരണമായ ഉടമ്പടിയാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി 1792. അത്രയും കാര്യങ്ങളൊക്കെ ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ പഠിച്ച കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയി. ഞാനിതിപ്പോ സ്പീഡിലൊന്ന് റിവിഷൻ ചെയ്തതുകൊണ്ടാണ് സ്പീഡിൽ കാര്യങ്ങൾ പറഞ്ഞു പോയത്. ബാക്കി നമ്മൾ ഏകദേശം പഠിച്ച് പെർഫെക്റ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്കും ഏകദേശം ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും എന്നെ അറിയിക്കാൻ മറക്കരുത്. ക്ലാസ് നിങ്ങൾക്ക് ക്ലിയർ ആയി അഥവാ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ഞാൻ നേരെ വിശ്വസിക്കണമെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയണം. എന്താണെങ്കിലും നിങ്ങൾക്ക് എപ്പോഴും ഉപകാരപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്പെട്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രയോജനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും എന്നെ അറിയിക്കാൻ മറക്കരുത്. ക്ലാസ് കാണുന്ന ഓരോരുത്തരും അറിയിക്കാൻ മറക്കരുത്. അതായത് 2000 പേര് ക്ലാസ് കണ്ട 20 പേരൊക്കെയാണ് ചിലപ്പോൾ കമന്റ് ഇടുക, അല്ലെങ്കിൽ 200 പേര്, മാക്സിമം 10% ആളുകളെ കമന്റ് ഇടുള്ളൂ. ക്ലാസ് കാണുന്ന എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും എന്നെ അറിയിക്കാൻ മറക്കരുത്, മടി കാണിക്കരുത്. ഓക്കെ, നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും കാണുമ്പോഴാണ് അടുത്ത ക്ലാസ് എത്രയും പെട്ടെന്ന് ചെയ്യാനുള്ള ഒരു ഊർജ്ജം എനിക്കുണ്ടാവുക. അതിന്റെ ഒരു പവർ എനിക്ക് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓരോ വാക്കുകളും ഞാൻ കാണണം. ഓക്കെ, അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും, ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ അത് അറിയിക്കുക. ക്ലാസ്സിൽ എന്തെങ്കിലും പ്രോബ്ലംസ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതും അറിയിക്കുക. റിപ്പീറ്റേഷൻ കുറക്കാൻ പറയരുത്. പറ്റുന്നത്ര റിപ്പീറ്റ് ചെയ്ത് ഞാൻ ഇവിടുന്ന് പഠിപ്പിച്ചിട്ടേ പോകുള്ളൂ. അപ്പൊ റിപ്പീറ്റേഷൻ എന്തായാലും കുറയില്ല. റിപ്പീറ്റേഷൻ കുറഞ്ഞ് കാണുന്നുണ്ടെങ്കിൽ എന്തായാലും എന്റെ ക്ലാസ് നിങ്ങൾ സ്കിപ്പ് ചെയ്യണം. കാരണം എനിക്ക് ഇവിടുന്ന് എങ്ങനെയെങ്കിലും നിങ്ങളെ പഠിപ്പിച്ചു വിടണം. ഓക്കെ, അതെന്റെ ഒരു ആഗ്രഹമാണ്. നിങ്ങൾ ഇവിടുന്ന് തന്നെ പഠിച്ചിട്ട് പോകണം. നിങ്ങൾക്ക് പിന്നെ സമയം കളയേണ്ടി വരരുത്. ഇത് തന്നെ പിന്നെയും പഠിക്കാൻ വേണ്ടി നിങ്ങൾ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അത് എനിക്കൊരു കഴിവില്ലാത്ത പോലെ ആവും. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ നിന്ന് തന്നെ നിങ്ങളെ പഠിപ്പിച്ചിട്ടേ വിടുള്ളൂ. അപ്പൊ ഇവിടെ നിന്ന് തന്നെ പഠിച്ചു പോകാൻ ശ്രമിക്കുക. പറയുന്നത് ഞാൻ കൂടെ പറയുമ്പോഴൊക്കെ റിപ്പീറ്റ് ചെയ്ത് പറയാം. അപ്പൊ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന വിശ്വാസത്തോടെ ഞാൻ ക്ലാസ് നിർത്തുകയാണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും എന്നെ അറിയിക്കാൻ മറക്കരുത്. അപ്പൊ ഇതുപോലുള്ള മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. അതിനു മുമ്പ് നമ്മുടെ വാട്സ്ആപ്പ് ബാച്ചിൽ ഇനിയും ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യാൻ നോക്കിക്കോ. താഴെ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട്, 90 72 93 57 67. ഈ നമ്പറിൽ മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് ബാച്ചിന്റെ ഡീറ്റെയിൽസ് കിട്ടും. എത്രയും പെട്ടെന്ന് നിങ്ങൾ മെസ്സേജ് അയക്കാൻ നോക്കിക്കോ. എത്രയും പെട്ടെന്ന് വാട്സ്ആപ്പ് ബാച്ചിൽ കയറിക്കോ. ഇപ്പൊ തന്നെ നിങ്ങൾ ബാച്ചിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ റിവിഷന്റെ ഒക്കെ ടൈം ആകുമ്പോഴേക്കും നിങ്ങൾ നല്ല പെർഫെക്റ്റ് ആയി സിലബസ് ഒക്കെ ഏകദേശം കവർ ചെയ്ത് സെറ്റ് ആയിട്ട് നിങ്ങൾ നല്ല കോൺഫിഡൻസോട് കൂടെ നിൽക്കും. പിന്നെ റിവിഷനും കൂടി ആയാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതാൻ പോകാൻ പറ്റും. അപ്പൊ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അധികം വൈകിപ്പിക്കരുത്. ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ ഹോട്ട് ടോപ്പിക്സ്, ഇനിയിപ്പോ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ ഹോട്ട് ടോപ്പിക്സ് പർച്ചേസ് ചെയ്ത് വെക്കുക. നമ്മുടെ PSC ഹോട്ട് ടോപ്പിക്സ് അതിന്റെ നമ്പറും താഴെ കൊടുത്തിട്ടുണ്ട്, 80 86 19 57 67. ആ നമ്പറിൽ മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് ഹോട്ട് ടോപ്പിക്സിന്റെ ഡീറ്റെയിൽസ് കിട്ടും. അത് പർച്ചേസ് ചെയ്ത് വെച്ചാൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 90-ലധികം ടോപ്പിക്കുകൾ നിങ്ങൾക്ക് ഒരു 25 ക്ലാസ്സിലായിട്ട് കവർ ചെയ്ത് പോകാൻ പറ്റും. ആകെ 25 ക്ലാസ്സുകളാണുള്ളത്. അപ്പോൾ ഒരു സമയത്ത് അത് കണ്ടു തീർന്നാലും പിന്നെ ഓരോ സമയത്തും നിങ്ങൾക്ക് അത് റിവിഷൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ മിസ്സാക്കരുത്. ഇനി അതെല്ലാം വായിച്ച് പഠിക്കാനാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നുണ്ടെങ്കിൽ താഴെ വേറൊരു നമ്പർ കൂടെ കൊടുത്തിട്ടുണ്ട്. അത് തന്നെ 80 86 19 57 67. ആ നമ്പറിൽ മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട 10 PDF നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും. അതിന്റെ ഡീറ്റെയിൽസും ആ നമ്പറിൽ മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ അധികം വൈകിപ്പിക്കരുത്. ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. എക്സാമിനോട് അടുക്കാനൊന്നും കാത്തിക്കരുത്. ഇപ്പൊ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്താൽ നല്ല അടിപൊളിയായിട്ട് പഠിച്ച് പെർഫെക്റ്റ് ആയി നല്ല കോൺഫിഡൻസോട് കൂടെ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റും. നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരിക മാത്രമല്ല, ഓരോ സമയത്ത് നമ്മൾ മീറ്റിങ്ങുകൾ വെക്കും. നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും ഞാൻ കേട്ടറിയും. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് ഞാൻ നല്ല വാല്യൂ എന്തായാലും തരും. അത് എന്റെ ബാച്ചിലുള്ള ആളുകൾക്ക് അറിയാം. കാരണം നിങ്ങൾ പറയുന്നതിനനുസരിച്ച് ഞാൻ ചില തീരുമാനങ്ങൾ ചിലപ്പോൾ മാറ്റുകയൊക്കെ ചെയ്യും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും എല്ലാത്തിനും നമ്മുടെ ബാച്ചിൽ ജോയിൻ ആവുക. ബാച്ചിൽ അതായത് ജസ്റ്റ് ക്ലാസ്സുകൾ ഇട്ടുതന്ന് നിങ്ങളെ വിടുമൊന്നുമില്ല. നിങ്ങൾക്ക് വേണ്ട ഓരോ സജഷൻസും പറഞ്ഞു തരും. നിങ്ങൾ ഇങ്ങനെ പഠിച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് കിട്ടും. എക്സാമിനോട് അടുക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെ ചേഞ്ചസ് വരുത്തണം പഠനത്തിൽ, ഇനി പഠനം നിർത്തണം, എപ്പോൾ റിവിഷൻ തുടങ്ങണം, റിവിഷന്റെ ഒപ്പം നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്ത് ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ ആദ്യത്തെ റാങ്കുകളിലേക്ക് നിങ്ങൾ എത്താൻ എന്തൊക്കെ സഹായിക്കും എന്നെല്ലാം നിങ്ങൾക്ക് പറഞ്ഞുതരും. ഏതൊക്കെ സബ്ജക്റ്റ് ആണോ നിങ്ങൾക്ക് പ്രോബ്ലംസ് വരുന്നത്, ആ സബ്ജക്റ്റ് നിങ്ങൾക്ക് എങ്ങനെ പഠിക്കാൻ പറ്റും എന്നത് പറഞ്ഞുതരും. അങ്ങനെ നിങ്ങൾക്ക് വേണ്ട ടിപ്സും ട്രിക്സും എക്സാമിന് നിങ്ങൾക്ക് എങ്ങനെ
എങ്ങനെ ടെൻഷൻ കുറക്കാം എല്ലാം ഇവിടെ നിന്ന് തന്നെ സെറ്റ് ആവും. അപ്പോൾ ബാച്ചിൽ ഇനിയും ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ അല്ലെങ്കിൽ എന്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും എന്നെ അറിയിക്കുക. അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.